Good evening, everyone. Hope you're all doing fine today. .issue is a much-awaited yearly event conducted under Excel, the annual Techno-Managerial Fest of Government Model Engineering College and the second Tech Fest of India. A forum where experienced veterans and budding youngsters come together to express their ideas, speak their minds, and to challenge their views on most pertinent issues that plague our society. It has garnered much audience attention over the years for its eminent panel of speakers and their respective takes on social issues. The theme for this year's .issue is Reflect, Redirect, Revive, Healthcare during COVID-19. The harsh onslaught of the pandemic forced the Indian healthcare infrastructure to take a ground reality check. Our country's hefty population went to war with the COVID virus along with the rest of the world. What followed was a period of struggle and distress where doctors and the entire medical field were thrust into a battlefield with inadequate equipment and a sense of uncertainty and impending doom. This resulted in huge losses of life and a disruption which echoed in all aspects of society. Now that we've reached a point where we can reflect upon what actually happened, we ask ourselves, what is the core issue to tackle? Is it the mass brain drain in the health sector? Or is it what is the best way to recover and to move forward from this unmitigated disaster? Let us start off our event by welcoming our moderator for the day, Srimati Christina Cherian-Joe, a familiar face for us all, news anchor and journalist for 24 News. She also moderated the .issue event the previous year with great success. We welcome you to the event, ma'am, handing over the stage to you. Ma'am, we cannot hear you. Thank you, Anjali. Good evening, ladies and gentlemen. Bharatam, Migacha Pradibhashaliകളുടെ നാട്. അർത്ഥശാസ്ത്രം എഴുതിയ ചാണക്യനും ആയുർവേദ ആചാര്യന്മാരായ ചരകനും ശുശ്രുതനും ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട വ്യാസനും ഭാസനും കാളിദാസനും ഒക്കെ ഉൾപ്പെടുന്ന മഹാരഥന്മാരുടെ തലച്ചോറ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും വിവിധ മേഖലകളിൽ ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്നതിനുമായി പ്രവർത്തിച്ചിരുന്നു ഒരു കാലത്ത്. എന്നാൽ മഹാമാരിക്കാലം നമ്മെ ഒരു പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ മികച്ച ഡോക്ടേഴ്സും ഗവേഷകരും നഴ്സസും ഒക്കെയുള്ള ഭാരതം മഹാമാരിക്ക് മുന്നിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് പതറിപ്പോകുന്ന കാഴ്ച നാം കണ്ടു. മികച്ച പ്രതിഭാശാലികളുള്ള ഇന്ത്യ അവരുടെ പ്രഭ കാണുന്നത് മറ്റു രാജ്യങ്ങളിലോ എന്ന് നാം ശങ്കിച്ചു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇന്ത്യൻ ഗവേഷകരും ആരോഗ്യ വിദഗ്ധരും വാക്സിൻ പരീക്ഷണം ഉൾപ്പെടെയുള്ളവയുടെ ഭാഗമായപ്പോൾ അവരുടെ സേവനം എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാനായി എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ആരോഗ്യ മേഖലയിലെ ബ്രെയിൻ ഡ്രെയിൻ നാം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോയത് 6 ലക്ഷം പേരാണ്. 2021 സെപ്റ്റംബർ 30 വരെയുള്ള കണക്ക് പ്രകാരം 1,11,287 പൗരന്മാരാണ് ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെച്ച് മറ്റു നാടുകളിലേക്ക് ചേക്കേറിയത്. കഴിഞ്ഞ 20 വർഷങ്ങൾ, അതായത് 2 ദശകങ്ങൾ നോക്കിയാൽ പുറത്തേക്കുള്ള ഇന്ത്യൻ താലന്തുകളുടെ ഒഴുക്ക് വലുതാണ്. ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ മനുഷ്യശേഷി കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയാണ്. GCC രാജ്യങ്ങൾ, യൂറോപ്പ് ഒക്കെ ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു പകരുന്ന ഇടങ്ങളാകുന്നു. OECD അവസാനം വന്ന ഡേറ്റ പ്രകാരം 69,000 ഇന്ത്യൻ ഡോക്ടേഴ്സ് ആണ് UK, US, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ ജോലി തേടി പോയിരിക്കുന്നത്. 56,000 ഇന്ത്യൻ ട്രെയിൻഡ് നഴ്സസ് ആണ് ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നത് ഇതേ കാലയളവിൽ. കോവിഡ് നമ്മെ ഞെരുക്കിയപ്പോഴും നമ്മുടെ തലച്ചോറുകൾ മറ്റു രാജ്യങ്ങളിലെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് നാം കണ്ടു. കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയുടെ മാനേജ്മെന്റിൽ നമുക്ക് പിഴച്ചോ? ഏറ്റവും ശ്രദ്ധ പതിയേണ്ട വിഷയം എന്താണ്? നമുക്ക് ആരോഗ്യ മേഖലയിൽ സർക്കാരിന്റെ ഫണ്ടിങ്ങിൽ കുറവുണ്ടായോ? ഭരണത്തിന്റെ പല തലങ്ങളിലെ കെടുകാര്യസ്ഥത കോവിഡ് കാലത്ത് തിരിച്ചടിയായോ? ഇനി ഒരു ആരോഗ്യ ദുരന്തത്തെ നേരിടാൻ എങ്ങനെ നമുക്ക് തയ്യാറെടുക്കാം? A warm welcome to all to the edition of .issue. Reflect, redirect, revive healthcare during COVID-19. Now we are moving on to the first session of this discussion. That's a panel discussion. The speakers are invited in the following order. Mr. K. Shabrinathan, State Vice President, Youth Congress.
Then P. Sriramakrishnan, Resident Vice Chairman, Norca Roots, and former Speaker, Kerala Legislative Assembly. Dr. S. S. Lal, Professor of Public Health, Global Institute of Public Health, UN Consultant. Vinita Hariharan, BJP expert on public policy, and N.R. Vinod Kumar, Egobana Samiti District General Secretary. First, we are moving on to Mr. P. Sriramakrishnan, Resident Vice Chairman, Norca Roots, former Speaker, Kerala Legislative Assembly. Sir, we are expecting your views on this matter. അങ്ങനെ ഈ കോവിഡ് കാലത്തൊക്കെ ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഒരു കോവിഡ് മാനേജ്മെന്റ് വളരെ പരിചിതമായ ഒന്നാണ്. അപ്പൊ ഈ കോവിഡ് മാനേജ്മെന്റിൽ നമ്മൾ പിഴച്ചു എന്ന് പറയുന്നവരുണ്ട്, നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടിയിരുന്നു എന്ന് പറയുന്നവരുണ്ട്, കൂടുതൽ ജാഗ്രതയാകാമായിരുന്നു, നമ്മുടെ ഈ താലന്തുകൾ പുറത്തേക്ക് പോകുന്നത് നമുക്ക് തടയാമായിരുന്നു. ഇങ്ങനെ ഒരു പിടി വിമർശനങ്ങൾ വന്ന സമയം കൂടിയാണ്. അങ്ങ് ഇതെല്ലാം കേൾക്കുകയും ഇതൊക്കെ അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങയുടെ സമയം 10 മിനിറ്റ് ആണ്. അങ്ങേക്ക് ആരംഭിക്കാം. Thank you for having this opportunity to participate in your debate. I think it is better to speak in Malayalam. Sure, sir. എനിക്ക് തോന്നുന്നത് ഒരു പാൻഡമിക് സിറ്റുവേഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് പ്രായോഗികമല്ല, ലോകത്തെവിടെയും പ്രായോഗികമല്ല. കാരണം ഇറ്റ് ഇസ് ആൻ അൺഎക്സ്പെക്ടഡ് ഫിനോമിന. അപ്രതീക്ഷിതമായ ഒരു പ്രതിഭാസമാണ് യഥാർത്ഥത്തിൽ പാൻഡമിക് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മാത്രം മുൻകൂട്ടി തയ്യാറാവേണ്ടതായിരുന്നു എന്ന വിമർശനത്തിൽ യുക്തിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതോടൊപ്പം ഈ ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് വൈദഗ്ധ്യവും പ്രാവീണ്യവുമുള്ള ഡോക്ടർമാരും ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരും ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് വിന്യസിക്കപ്പെടുന്നു. അത് ശരിയാണ്. അതിന് കാരണം അവരുടെ പഠനത്തിനും അവർ പഠനത്തിന് വേണ്ടി ചെലവഴിച്ച പഠനത്തിനുമെല്ലാം താരതമ്യേന ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശമ്പളം, ഒരു പ്രതിഫലം ഇന്ത്യയിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. വിദേശ രാജ്യങ്ങളിൽ അവർ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന നാണ്യം നമുക്ക് അയച്ചിരുകയും ചെയ്യും. എന്നാൽ അത് മാത്രമല്ല, ഇവിടെ ഉള്ളവരെ നമ്മൾ എങ്ങനെ വിന്യസിച്ചു എന്നാണ് പ്രധാനപ്പെട്ട പ്രശ്നം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ആസൂത്രണം ചെയ്ത ഒരു ഹെൽത്ത് സിസ്റ്റം ഇന്ത്യ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല നിലയിൽ നമുക്ക് ആസൂത്രണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ധാരാളം മെഡിക്കൽ കോളേജുകളല്ല വേണ്ടത്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന സംവിധാനങ്ങളുമാണ്. കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തത് ഒരുപക്ഷെ പാൻഡമിക് സിസ്റ്റം മുൻകൂട്ടി കണ്ടിട്ട് അല്ലെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം ശക്തിപ്പെടുത്താനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നു. എല്ലാ പഞ്ചായത്തുകളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ കൊണ്ടുവന്നു. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നത് ചികിത്സിക്കുന്ന സംവിധാനം മാത്രമായിരുന്നില്ല, രോഗം വന്നതിന് ശേഷമുള്ള പ്രതിരോധം മാത്രമായിരുന്നില്ല, രോഗത്തെ പ്രതിരോധിക്കാനുള്ള വെൽനസ് സെന്റേഴ്സ് കൂടി ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. അപ്പൊ നമ്മുടെ മിഡ്വൈഫറി പ്രവർത്തനങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ ഇവരെല്ലാം വീടുകളിൽ സന്ദർശിച്ച് അവരെ രോഗപ്രതിരോധത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്നത് വരെയുള്ള പദ്ധതിയാണ് ആരോഗ്യ കേന്ദ്രങ്ങളിൽ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴി കൊണ്ടുവന്നത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും കൊണ്ടുണ്ടായിരുന്ന വലിയ നെറ്റ്വർക്ക് കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിന്റെ ഒരു ശക്തിയായിരുന്നു. ആ ശക്തി കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റാങ്കിങ്ങിൽ പല സ്ഥലങ്ങളിലും 1-ാം സ്ഥാനത്തെത്തിയത്. ഇപ്പൊ 19ഓളം റാങ്കിങ്ങിൽ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട സംസ്ഥാനമായിട്ട് കേരളം നിലനിന്നത് ഈ പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ സർക്കാർ സിസ്റ്റം 100% തൃപ്തികരമായിരുന്നു ഞാൻ പറയുന്നില്ല, പക്ഷേ 75% തൃപ്തികരമായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് സാമാന്യവൽക്കരിച്ചിട്ടോ ജനറലൈസ് ചെയ്തിട്ടോ നമുക്കത് പറയാൻ പറ്റില്ല. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കണക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ കേരളം മുന്നിലായി എന്ന് വരാം. റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പ്രശ്നം, ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് 500 രൂപ റിവാർഡ് പ്രഖ്യാപിച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ബീഹാറിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വന്നാൽ 500 രൂപ അങ്ങോട്ട് തരാമെന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ചെയ്ത ചിത്രം നമ്മൾ മാധ്യമങ്ങളിൽ കാണുകയുണ്ടായി. അപ്പൊ ജനങ്ങളുടെ അവയർനെസ്സും ഇതിന്റെ ഒരു നെറ്റ്വർക്കിന്റെ വൈപുല്യവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കേരളം അക്കാര്യത്തിൽ നല്ല ശ്രദ്ധയാണ് കാണിച്ചത്. കേരളത്തിൽ നിന്ന് ധാരാളം വിദഗ്ധന്മാർ പുറത്തേക്ക് പോകുന്നുള്ളത് ശരിയാണ്, അവരെല്ലാവരെയും ഇവിടെ പിടിച്ചു നിർത്താൻ കഴിയണം എന്നുള്ളതും ശരിയാണ്. പക്ഷേ പ്രായോഗികമായിട്ട് അത് ശരിയായിക്കൊള്ളണമെന്നില്ല. ഇന്നലെ ആസ്ട്രേലിയയിലെ ഒരു ഡോക്ടർ പിഷാരടി, അദ്ദേഹം പാർക്കിൻസൺസ് രോഗത്തിന്
ഒരു പ്രതിവിധി കണ്ടുപിടിച്ചതായിട്ട് നമ്മൾ ഇന്നലെ പത്രങ്ങൾ വായിച്ചു. കേരളത്തിൽ നിന്ന് പോയിട്ട് ഡോക്ടറാണ് കണ്ടുപിടിക്കുന്നത്. ലോകത്തിൽ മാറില്ല എന്ന് കരുതുന്ന രോഗത്തിന്റെ ചികിത്സയ്ക്കുള്ള സംവിധാനം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവിടെ മാത്രമല്ല, നാസയിലെ എഞ്ചിനീയർമാർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ബുദ്ധി കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവരെല്ലാം നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരാണ്. അത് ദോഷമായിട്ട് കാണാൻ പാടില്ല. അവർ പോയിക്കോട്ടെ, പക്ഷെ അതേപോലെ തന്നെ ഇവിടെയുള്ളവരെ വിന്യസിക്കാൻ നമുക്ക് എന്ത് കഴിയുന്നതാണ്. ഞാൻ പറയുന്നത്, ഏറ്റവും ഫലപ്രദമായിട്ട് വിന്യസിക്കാൻ കഴിയുന്ന ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ പഠിച്ചു പോകുന്ന ആളുകൾക്ക് ഒരു 2 വർഷമെങ്കിലും ഒരു കമ്പൽസറി സോഷ്യൽ സർവീസ് പോലെ ലോക്കൽ സർവീസ് നിർബന്ധിക്കുന്നത് നന്നായിരിക്കും. കേരളത്തിൽ നിന്ന് ധാരാളം നഴ്സുമാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്, ജർമ്മനിയിലേക്ക് പോകുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. യൂറോപ്പിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നഴ്സിംഗിന്റെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് കേരളം. ആ നഴ്സിംഗിന് പറ്റുന്ന ഏറ്റവും നല്ല വൈദഗ്ധ്യമുള്ള നഴ്സുമാരെ കാത്തിരിക്കുന്ന സ്ഥലം കേരളമാണ്. ഇപ്പൊ നോർക്ക റൂട്ട്സ് തന്നെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് ജർമ്മനിയിലേക്ക് നഴ്സുമാരെ പറഞ്ഞയക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അതോടൊപ്പം നമ്മൾ കാണേണ്ട കാര്യം, അതിനെ കുറ്റം പറയുകയല്ല, കൂടുതൽ സീറ്റുകൾ ഉണ്ടാക്കാനുണ്ട്. കാരണം നമുക്ക് കഴിയുന്ന ധാരാളം സീറ്റുകൾ, 18,500 സീറ്റാണ് ഇന്ന് നഴ്സുമാർക്ക് ഇവിടെ കേരളത്തിലുള്ളത്. അത് പോരാ, ആവശ്യത്തിന് സീറ്റുകൾ വർദ്ധിപ്പിച്ച് ധാരാളം പേരെ ട്രെയിൻ ചെയ്ത് ആവശ്യമുള്ളവരെ പുറത്തേക്കും ആവശ്യമുള്ളവരെ അകത്തേക്കും വിന്യസിക്കാനൊരു ദൗത്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത്, പൊതുവെ പാൻഡമിക് സിറ്റുവേഷൻ മറികടക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. കേരളം നല്ല നിലയിൽ അതിനെ കൈകാര്യം ചെയ്തു. നല്ല നിലയിൽ കൈകാര്യം ചെയ്തത് കേരളത്തിന്റെ സഡൻ ആയിട്ടുള്ളൊരു ആക്ഷൻ കൊണ്ട് മാത്രമായിരുന്നില്ല. ഒരു ശൃംഖലയിലൂടെ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിൽ പോളിക്ലിനിക്കുകളോ പ്രാഥമിക കേന്ദ്രങ്ങളോ സംഘടിപ്പിച്ചെടുക്കുന്നതിൽ നടത്തിയ വിജയത്തിന്റെ കൂടി ഭാഗമായിരുന്നു. അതാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. Thank you, Mr. P. Sriramakrishnan, for sharing your voice. Next, we are moving on to Dr. S.S. Lal, Professor of Public Health, Global Institute of Public Health and UN Consultant. Dr. S.S. Lal, നമ്മൾ പലതവണ പല ഡിസ്കഷനിലും ഒന്നിച്ചിരുന്നിട്ടുണ്ട്. നമ്മൾ ഇലക്ഷന്റെ സമയത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്. പല കോവിഡ് മാനേജ്മെന്റ് തിയറീസിനെ പറ്റിയും സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പരിണിതപ്രജ്ഞനായ വ്യക്തിയാണ് ഈ ഒരു മേഖലയിൽ. പക്ഷേ നമ്മൾ WHO പുറത്തുവിട്ട ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ളത് 1.7 നഴ്സസ് ആണ് per 1000 പോപ്പുലേഷൻ. അതേപോലെ തന്നെ 1404 ഇന്ത്യക്കാർക്ക് ഒരു ഡോക്ടർ മാത്രമാണ് ഉള്ളത്. ഒരു ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ക് വരുമ്പോൾ നമ്മൾ ഒരു മഹാമാരിയെ നേരിടാൻ സജ്ജരാണോ? അങ്ങയുടെ അഭിപ്രായം 10 മിനിറ്റ്. ഈ മഹാമാരി വിഷയത്തില് നമ്മുടെ ഈ ഡോക്ടർ പേഷ്യന്റ് റേഷ്യോ അല്ലെങ്കിൽ പോപ്പുലേഷൻ റേഷ്യോ നഴ്സസ് ആ കാര്യമായിട്ട് ഇപ്പൊ കൂട്ടിക്കുഴയ്ക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തീർച്ചയായും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുപോലെ മറ്റൊരു മുൻ സ്പീക്കർ പറഞ്ഞ ആ പാൻഡമിക് തയ്യാറെടുപ്പ്, അതിനകത്ത് എനിക്കൊരു എതിർപ്പുണ്ട്. കാരണം പാൻഡമിക്കുകൾക്ക് തയ്യാറെടുക്കണമെന്ന് ലോകത്തോട് മുഴുവൻ ഈ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ എല്ലാ പ്രസ്ഥാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കോണ്ടെക്സ്റ്റിലായിരിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങൾ അടിസ്ഥാന വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതിനകത്ത് ചില വിഷയങ്ങളുണ്ട്, അതിലേക്ക് വരാം. ഇപ്പോ ഈ പാൻഡമിക്, ഇപ്പൊ കോവിഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു നാടോ ഒരു സംസ്ഥാനമോ ഒരു രാജ്യമോ വിജയിച്ചിട്ടില്ല. ലോകം മൊത്തത്തിൽ പരാജയപ്പെടും. അതുകൊണ്ടാണ് 2 വർഷമായിട്ടും നമ്മളിത് പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ പൊതുജനാരോഗ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് ഏത് രാജ്യവും പിന്നോക്കമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ രോഗചികിത്സ, ഓപ്പറേഷൻ അല്ലെങ്കിൽ അസുഖ ചികിത്സ ആയാലും അത്തരം കാര്യങ്ങളിലേക്കുള്ള കൂടുതൽ ശ്രദ്ധയും ഈ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങളും തടയാനുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അശ്രദ്ധയുമാണ് ഇതിന് കാരണമായ ഒരു പ്രധാന കാരണം. അതുകൊണ്ടാണ് ഞാൻ ബ്രെയിൻ ഡ്രെയിൻ്റെ കാര്യത്തിൽ അർത്ഥമില്ല എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായിട്ട് നഴ്സും ഡോക്ടറും എല്ലാം കൂടെ പോയി അമേരിക്കയിലാണ്. അവരാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് സ്ട്രഗിൾ ചെയ്തത്. അവർ സ്ട്രഗിൾ ചെയ്തതിന് ഒരു പ്രധാന കാരണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും പെട്ടെന്ന് അവർ രാജ്യത്ത് അസുഖം വരുമെന്ന് വിചാരിച്ചിരുന്നില്ല. വന്നാൽ തന്നെ നേരിടാനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലാതെ പോയി. അപ്പോൾ അവരുടെ പരാജയമാണ്. ഇനി അവിടെ മുഴുവൻ, ഞാൻ അവിടെ ജീവിച്ചിരുന്ന ആളാണ്, ഒരുപാട് അവിടെ സ്വകാര്യ മേഖലയാണ് പ്രധാനമായിട്ട്, സ്വകാര്യ മേഖല ഉള്ളൂ. അവിടെ ഇൻഷുറൻസ് വേണം, ഇല്ലാത്തവൻ്റെ റോഡിലാണ്. എന്നിട്ട് പോലും അവർ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ വരിക, അവിടെ വൻ പരാജയങ്ങൾ. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഓഫ് കോഴ്സ് ഇതേ പ്രശ്നം തന്നെയാണ്, സിമിലറാണ്. ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സമയം ഉണ്ടായിരുന്നു, പക്ഷെ തയ്യാറെടുപ്പ് നടത്തിയില്ല. അമേരിക്കയും യൂറോപ്പും ഒക്കെ തകർന്ന് കണ്ടിട്ടും ഇവിടെ അതിനകത്ത് ഒരുപാട് തയ്യാറെടുപ്പിൽ ഒരുപാട് പരാജയങ്ങളുണ്ടായി. ഒന്നാമത് കേന്ദ്ര നേതൃത്വം, ആരോഗ്യമന്ത്രിയെ പിന്നീട് സംസാരിച്ചു വേണം, കേന്ദ്രമന്ത്രിമാർ പോലും ചാണകത്തിൽ കുളിക്കാനും മൂത്രം
കുടിക്കാനും ഗോമൂത്രം കുടിക്കാനൊക്കെ പറഞ്ഞ് സമയം ഒരുപാട് വേസ്റ്റ് ആയിപ്പോയി. ഐസിഎംആറൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് അതൊരു വലിയ വിഷയമാണ്, ഇപ്പോഴും സംസാരിക്കുന്ന വിഷയമാണ്. രാഷ്ട്രീയ നേതൃത്വവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നേരിടാൻ പറ്റുള്ളൂ. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കേരള മോഡൽ എന്നൊക്കെ പറയും, അനാവശ്യമായിട്ട് കോട്ടിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ നമ്മുടെ ആരോഗ്യ അല്ലെങ്കിൽ സാമൂഹ്യ സൂചികകളിൽ കേരളം ഒന്നാം സ്ഥാനമാണ്. അത് ഒന്നാം സ്ഥാനമാണ് ഇന്ത്യയിൽ. മറ്റ് പല രാജ്യങ്ങളുമായിട്ട്, വികസിത രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താവുന്നതാണ്. മോഡൽ എന്ന് പറയാൻ കാരണം നമ്മൾ അധികം സാമ്പത്തിക ശേഷിയുള്ള ഒരു ജനതയല്ല, സംസ്ഥാനമല്ല. ഇപ്പോൾ കുറഞ്ഞ സാമ്പത്തിക ശേഷിയിൽ മെച്ചപ്പെട്ട ആരോഗ്യ സൂചികൾ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ സൂചികൾ കൊണ്ടാണ് കേരള മോഡൽ ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം കേരളം എല്ലാത്തിലും മോഡലെന്നോ കേരളത്തിൽ അസുഖമില്ലെന്നോ അല്ല. കേരളത്തിൽ മന്ദരോഗമുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളും അതില്ല. കേരളത്തിൽ ആക്സിഡന്റ് റേറ്റ്സ് കൂടുതലാണ്, സൂയിസൈഡ് റേറ്റ്സ് കൂടുതലാണ് മറ്റു പല ഓരോന്നും കാരണമുണ്ട്. എന്നാൽ സാംക്രമിക രോഗങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്ഷയരോഗം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ്, പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കുറവായുള്ള സംസ്ഥാനങ്ങളൊന്നാണ്. HIV ഇന്ത്യയിൽ നമ്പറിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ലോകത്ത് 3-ാം സ്ഥാനം, കേരളത്തിൽ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ചില സാംക്രമിക രോഗങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ പോലും അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന രീതിയിലാണ്. ഇതിനൊക്കെ കാരണം ഒരുപാട് വർഷങ്ങളായിട്ട്, ദശാബ്ദങ്ങളായിട്ട്, ഈവൻ ജനാധിപത്യ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് പോലും കേരളത്തിൽ ഉണ്ടായിരുന്ന ചില ഘടകങ്ങളും അതിനകത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങളും ഭരണ നൈപുണ്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ വിദ്യാഭ്യാസവും നമ്മുടെ കാലാവസ്ഥ, വെള്ളം, ഇത്രയും നദികൾ കേരളത്തിൽ ഒഴുകുന്നത് തമിഴ്നാട്ടിൽ ഒഴുകിയിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെക്കാൾ മെച്ചപ്പെട്ടായിരുന്നു. അപ്പോൾ കുടിവെള്ളം, കുളിക്കാനുള്ള വെള്ളം, പിന്നെ ആയുർവേദത്തിൽ അതുപോലത്തെ അധിഷ്ഠിതമായിട്ട് ജീവിത രീതി, മനുഷ്യർ കുളിക്കുന്നത്, ശുചിയായിരിക്കുന്നത്, ഇങ്ങനത്തെ ഒരുപാട്, സ്ത്രീ സാക്ഷരതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമ്മമാര് വൃത്തി പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വൃത്തി ഉണ്ട്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും കേരളം. അല്ലാതെ കോവിഡ് വന്നപ്പോൾ ഒരു കേരള മോഡൽ ഉണ്ടായിട്ടില്ല. കോവിഡ് വന്നപ്പോൾ ലോകം മൊത്തം പരാജയപ്പെട്ടപ്പോൾ കേരളവും പരാജയപ്പെടുകയായിരുന്നു. കേരളത്തിൽ അനാവശ്യമായ മോഡൽ ഉണ്ടായി, ഒരുപാട് തിരിമറി കാണിച്ചപ്പോൾ നമ്മുടെ സുതാര്യത നഷ്ടപ്പെടുത്തി. ഞാൻ ലോകാരോഗ്യ സംഘടന കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ലോകത്ത് പലയിടത്തും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. കേരളത്തെ പറ്റി എപ്പോഴും പറയുമ്പോൾ നമ്മുടെ കണക്കുകളുടെ സുതാര്യതയിൽ നമ്മൾ ഏറ്റവും മുന്നിലായിരുന്നു. ആ സുതാര്യതയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് അബദ്ധങ്ങൾ കാണിച്ചു, പിന്നെ അത് പിടിച്ചു നിൽക്കാൻ നോക്കി. ഇപ്പൊ നമ്മൾ കണ്ടില്ല, ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രം. നേരത്തെയൊക്കെ കോവിഡ്, മറ്റു പ്രദേശങ്ങളിൽ കോവിഡ് അപ്പം മരിച്ചു, നമ്മളിപ്പോൾ മുൻകാല പ്രാബല്യത്തിൽ മനുഷ്യർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് ഇതൊക്കെ പറയുമ്പോഴും കേരളം ഏറ്റവും മുന്നിലാണ് ഒരുപാട് കാര്യങ്ങൾ. അത് ഒരു സർക്കാരിനോ ഒരുപാട് സർക്കാരുകൾക്കൊന്നുമല്ല, കേരളത്തിൽ ജനത ഇതായിരുന്നെങ്കിൽ അതാണ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് വേറെ സംസ്ഥാനത്ത് വെച്ചാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല നമ്മുടെ സംവിധാനങ്ങളിലാണ്. അപ്പോൾ ജനതയ്ക്കും കൈയടി ഒരുപാട് കൊടുക്കും. ഞാനും അധ്യാപകനായിട്ടുള്ള പ്രസ്ഥാനം കഴിഞ്ഞതിൻ്റെ അങ്ങേ ഓണക്കാലത്ത് നടത്തിയ പഠനത്തിൽ കേരളത്തിൽ 95% മാസ്ക് ധരിക്കുകയാണ്. അപ്പോൾ ആണ് കേരളം, ആ വ്യത്യാസം കേരളത്തിൽ. അപ്പോൾ ജനതയ്ക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പിന്നെ നമുക്ക് കേന്ദ്രത്തിന് സംസ്ഥാനങ്ങൾക്ക് ഈ ഫെഡറൽ സംവിധാനമൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരുപാട് ലാക്ക് ഓഫ് കോർഡിനേഷൻ ഉണ്ടായിരുന്നു. വാക്സിൻ വന്നപ്പോൾ തന്നെ അത് സംസ്ഥാനങ്ങൾ വാങ്ങിച്ചോളാൻ കേന്ദ്രം പറഞ്ഞൊക്കെ ഒരു അബദ്ധമാണ്. ഇതുപോലത്തെ ഒരു കലാമിറ്റിയിൽ നമ്മളെല്ലാവരും തിരിച്ചു നിൽക്കുമ്പോൾ കേന്ദ്രത്തിന് കുറച്ചൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അത് ചോദിച്ചു വാങ്ങാനുള്ള കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കും ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട്. പല റൂട്ടുകൾ വാക്സിൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജനാധിപത്യ സംവിധാനം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ആരോഗ്യ പ്രസ്ഥാനങ്ങൾ, ICMR പഴയതാണ്, അന്നൊരു പുതിയ സർക്കാരിൻ്റെ ഒന്നുമല്ല. വാക്സിൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഗവൺമെന്റിലും സ്വകാര്യ മേഖലയിലൊക്കെ ഒരുപാട് ഉണ്ടായത് ഈ നാട്ടിലെ ഒരുപാട് പുരോഗമനത്തിന്റെ ഭാഗമാണ്. അതൊക്കെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോകുന്ന ആളാണ്. 3% മാത്രം വാക്സിനേഷൻ കിട്ടിയ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. അമേരിക്കയിൽ നിന്നുകൊണ്ട് വാക്സിൻ കൊടുത്തിട്ട് അത് എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ലാത്ത രാജ്യങ്ങളുണ്ട്. നമുക്കിത് രണ്ടുമുണ്ട്. എന്നിട്ട് പോലും നമ്മൾ അതിനകത്തൊക്കെ ഇനീഷ്യലി നമുക്ക് ഒരുപാട് പാളിച്ചകൾ പറ്റി. ഇതൊക്കെ പാഠങ്ങളാണ്. ഇതിന്റെ അർത്ഥം സംസ്ഥാനം, കേന്ദ്ര ഗവൺമെന്റും ഒക്കെ പരാജയമാണെന്ന് ഒരു കാര്യം ചെയ്തില്ല എന്നല്ല. ഇതൊക്കെ പാഠങ്ങളാണ്. നമ്മൾ തയ്യാറെടുപ്പില്ലായിരുന്നു, അബദ്ധങ്ങൾ കാണിച്ചു. ഇപ്പൊ ആരും ഇനി അടുത്തൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രിയും പറയില്ല ചാണകത്തിൽ കുളിക്കാനോ അത് പറയുന്നവരുണ്ടാവും. പക്ഷെ അത് തെറ്റാണ്. ശാസ്ത്രമാണ് മുന്നിൽ നിർത്തേണ്ടത്. ശാസ്ത്രത്തിന് മുന്നിൽ നിർത്തുമ്പോഴും അതിനകത്ത് രാഷ്ട്രീയ പിന്തുണയാണ് ആവശ്യം. രാഷ്ട്രീയ പാർട്ടി മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അമേരിക്കയിൽ പോലും അബദ്ധം പറ്റി. ട്രംപ് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ട്രംപ് എല്ലാം ഒറ്റ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഫൗച്ചി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ കൂടെ നിർത്തിയിരുന്നു. അവർ തങ്ങളിൽ തർക്കം ഉണ്ടാകുമ്പോൾ ഫൗച്ചി പറയുന്നതാണ് ശരിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുക. പക്ഷെ കേരളത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ നമ്മളാരും കണ്ടിട്ടില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ കണ്ടിട്ടില്ല. അപ്പൊ ഇവിടെ രാഷ്ട്രീയ നേതൃത്വം പൂർണ്ണമായും കയ്യേറിയതിന്റെ ഒരു ദോഷമുണ്ട്. അത് പൊളിറ്റിക്സ് പറയുന്നതല്ല, അങ്ങനെയല്ല. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഒരു പരാജയവും നമുക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത റൗണ്ടിൽ വീണ്ടും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്ക് ഈ ഏറ്റവും നല്ല ആരോഗ്യ സംവിധാനമുള്ള
അമേരിക്കയും യൂറോപ്പിലെ ഏറ്റവും മികച്ച രാജ്യങ്ങൾ ഈ രോഗത്തിന് പരാജയപ്പെട്ടു. അതിൻ്റെ അർത്ഥം ഏറ്റവും നല്ല കപ്പാസിറ്റി ഉണ്ടായാൽ പോരാ, അത് ജനങ്ങളിലേക്ക് എത്താൻ കഴിയും, എല്ലാ ഇനം ജനങ്ങളിലേക്ക് എത്താൻ കഴിയണം. അതാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ച ഒരു പാഠം. ഹെൽത്ത് ഇൻഷുറൻസ് സംവിധാനങ്ങളുണ്ട് അമേരിക്കയും യൂറോപ്പിലും, പക്ഷെ അവിടെ ധനികനെ അത് അഫോർഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇവിടെ സോഷ്യൽ സിസ്റ്റംസ് ഉണ്ട്. ഏത് പാവപ്പെട്ടവൻ നമ്മുടെ രാജ്യത്ത് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി പോലും ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷെ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു വരും. അപ്പോൾ നമുക്ക് നല്ലൊരു സിസ്റ്റം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രധാന കാരണം ഇപ്പോൾ അമേരിക്കയെ പോലുള്ള രാജ്യം 16% ഒക്കെ അവരുടെ GDP-യുടെ 15% മറ്റുമാണ് ആരോഗ്യ മേഖലയ്ക്ക് മാറ്റി വയ്ക്കും. ഇന്ത്യയിൽ ഇപ്പോൾ 2% താഴെയാണ്. ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കോർ ഇഷ്യൂസ് എന്ന് പറയുന്നത് പുതിയ വൈറസ് വന്നത്, ലോകം പ്രതീക്ഷിക്കാതിരുന്നത്, അത് അമേരിക്ക ആയാലും ഇന്ത്യ ആയാലും കേരളമായാലും തയ്യാറെടുപ്പ് വേണ്ട വിധത്തിലില്ലായിരുന്നത്, പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയ നേതൃത്വം ആരോഗ്യരംഗത്തെ മുന്നിൽ നിർത്തി നയിക്കാത്തതിൻ്റെയും ആണ് ഞാൻ കാണുന്ന പ്രധാന കോർ ഇഷ്യൂസ്. താങ്ക് യു. Thank you, Dr. S.S. Lal, for sharing your views. Next speaker is Ms. Vinita Hariharan, BJP expert on public policy. മാം ഒരു എക്സ്പേർട്ടാണ്. പൊതുനയം സംബന്ധിച്ച് മാമിന് നല്ല ധാരണയുണ്ട്. ഇപ്പോൾ ഡോക്ടർ S.S. ലാൽ പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമുക്ക് അതിനുള്ള ഒരു മറുപടി നമുക്ക് ഒരു പാനൽ ഡിസ്കഷന്റെ സമയത്ത് നൽകാം. പക്ഷേ ഒരു പൊതുനയ വിദഗ്ധ എന്ന രീതിയിൽ നമ്മുടെ ഒരു കോവിഡ് നയത്തെ ഒന്ന് അവലോകനം ചെയ്താൽ എങ്ങനെയായിരിക്കും? Thank you for having me here. So definitely, as the earlier panelists പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഡോക്ടർ ലാൽ പറഞ്ഞ പോലെ തന്നെ, I would validate his viewpoints. ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ് പ്രകാരം നമ്മുടെ 195 കൺട്രീസിന് റാങ്ക് ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ ഹെൽത്ത് ഇൻഡെക്സിൽ. അതിൽ US, UK, നെതർലൻഡ്സ് അങ്ങനത്തെ കൺട്രീസ് ആണ് ടോപ്പേഴ്സ്. പക്ഷെ ഇങ്ങനത്തെ കൺട്രീസും കൂടി ഈ COVID-19 പോലെ ഒരു പാൻഡമിക്കിന്, ഇത്രയും ഒരു കാറ്റസ്ട്രോഫിക് ബയോളജിക്കൽ ഇവന്റിന് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഒരു അഡ്വാൻസ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റംസും കൂടി ഇങ്ങനത്തെ ഒരു പാൻഡമിക്കിന് കേറ്റർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇറ്റ് കെയിം ആസ് എ റൂട്ട് ഷോക്ക് ടു ദി എൻറ്റയർ ഗ്ലോബ്. ഈ ടിപ്പിക്കലി ഇങ്ങനത്തെ ഒരു പാൻഡമിക് വന്നാൽ ഒരു 3 തലത്തിലുള്ള പോളിസി റെസ്പോൺസസ് ഉണ്ടാവേണ്ടത് ഏത് ഗവൺമെന്റിനും. ഒന്ന് ഷോർട്ട് റൺ പോളിസി മെഷേഴ്സ്, റിയാക്റ്റീവ് മെഷേഴ്സ് ആണ്. ലൈക്ക് സ്റ്റിമുലസ് കൊടുക്കുക, ഫിസിക്കൽ സ്റ്റിമുലസ് കൊടുക്കുക, ലൈവ്ലിഹുഡ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, ടെമ്പററി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ, ഗിവിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് മെഡിക്കൽ ഹെൽപ്പ് ഇന്റർവെൻഷൻസ്, urgent medical interventions. അതാണ് ഷോർട്ട് റൺ മെഷേഴ്സ്. പിന്നെ മീഡിയം ടേം മെഷേഴ്സിൽ ഹൗ ഡു വി റീഅഡാപ്റ്റ് ഈ പാൻഡമിക്കിന്റെ ടൈമിൽ ഈ ബിസിനസ്സും ലൈവ്ലിഹുഡ്സും ഇങ്ങനെ നമുക്ക് റീഅഡാപ്റ്റ് ചെയ്യാൻ പറ്റുക, ഈ പാൻഡമിക്കിന്റെ കൂടെ എങ്ങനെ നമുക്ക് ഹൗ ഡു വി കണ്ടിന്യൂ അവർ ലൈവ്ലിഹുഡ്സ് വിത്ത് ദ പാൻഡമിക്. അതാണ് മീഡിയം ടേം മെഷേഴ്സ്. ആൻഡ് ലോങ് ടേം മെഷേഴ്സ് ഇസ് ടു സ്പ്രൂസ് അപ്പ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ. പ്രൊജക്റ്റഡ് പോപ്പുലേഷൻ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുക. പിന്നെ R&D എഫേർട്സ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ എപ്പിഡമിക് ലോസിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്താൻ പറ്റുക. അതൊക്കെയാണ് ലോങ് ടേം മെഷേഴ്സ്. ഇപ്പൊ ഈ 3 മെഷേഴ്സിൽ നോക്കുകയാണെങ്കിൽ അവർ കൺട്രി ഓൺ ദ ഹോൾ നമ്മൾ we have done a fairly good job, a robust tackling of the pandemic ആണ് ഉണ്ടായിട്ടുണ്ട് the last 2-3 years നോക്കുകയാണെങ്കിൽ. ആദ്യത്തെ നമ്മൾ ഫസ്റ്റ് as soon as the pandemic came, the entire globe was under shock. പക്ഷെ നമ്മൾ WHO ഡിക്ലെയർ ചെയ്ത ഉടനെ തന്നെ within weeks നമ്മൾ സ്ട്രിക്ട് ലോക്ക്ഡൌൺസ് ഇമ്പോസ് ചെയ്തു. at the cost of livelihoods, നമ്മൾ ലൈവ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിക്ട് ലോക്ക്ഡൌൺസ് impose ചെയ്തു. അതാണ് ഷോർട്ട് റൺ മെഷേഴ്സ്. apart from just lockdowns, immediately we went about the task of doing all the immediate medical interventions like PPE kits manufacture ചെയ്യുക. 0 to 300 domestic PPE manufacturers ഉണ്ടായി ആ കൊല്ലത്ത് തന്നെ. പിന്നെ അതേപോലെ തന്നെ കുറെ ബഡ്ജറ്റ് ഇൻഫ്യൂഷൻസ് നമ്മൾ കണ്ടു ആ കൊല്ലത്തിന്. ആത്മനിർഭർ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓൾമോസ്റ്റ് 20 lakh കോടിയോളം ഇമ്മീഡിയറ്റ് അനൗൺസ്മെന്റ് ആയിരുന്നു ഫൈനാൻസ് മിനിസ്റ്ററിന്റെ. അത് മോസ്റ്റ് ഓഫ് ഇറ്റ് വാസ് towards health infrastructure. 15,000 crore health infrastructure ആ കൊല്ലത്ത് തന്നെ it was devolved, and out of that 4,000 crore സ്റ്റേറ്റ്സിലോട്ട് പോയി. ബാക്കിയെല്ലാം ലാബ്സും കിറ്റ്സും ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അതല്ലാണ്ട് തന്നെ നമ്മുടെ നാഷണൽ ഹെൽത്ത് ഗൈഡ് ലൈൻസ് പ്രകാരം we were way below WHO norms, health infrastructure per capita of percentage of GDP. 2.5% ആണ് norm. We were way below. പക്ഷെ നമ്മൾ 2030 ടാർഗറ്റ് വെച്ചു 2.5% ഓഫ് ദ GDP അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ എത്തുമെന്ന്. അത് നമ്മൾ 21-22 തന്നെ 2.1% ആക്കി. അത്
because of this pandemic, at least pandemic the reactive measure ആയിട്ട് നമ്മൾ ഒരുപാട് ഹെൽത്ത് ബഡ്ജറ്റ് ഇൻഫ്യൂഷൻ ചെയ്തിട്ടുണ്ട് through various national missions like Ayushman Bharat National Health Mission, PM Swasth Suraksha Yojana. പിന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കണ്ടു 65,000 കോടിയോളം ബഡ്ജറ്റ് ഇൻഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ പ്രൈമറി സെക്കൻഡറി ടെർഷറി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു ഷോർട്ട് റൺ മെഷേഴ്സ്. ആൻഡ് സിമിലർലി മീഡിയം ടേമിലും നമ്മൾ ഒരുപാട് ലൈവ്ലിഹുഡ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം ടേമിൽ കുറെ MSMEസിന് വേണ്ടിയിട്ട് ഇൻഫ്യൂഷനും ബിസിനസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറെ ലിക്വിഡിറ്റി ഇൻഫ്യൂഷൻ, കൊലാട്രൽ ഫ്രീ ലോൺസ് കൊടുത്തു. പിന്നെ ലോങ് ടേം മെഷേഴ്സിന് വേണ്ടിയിട്ടും നമ്മളിപ്പോ കഴിഞ്ഞ ബഡ്ജറ്റിലും കണ്ടു ഈ ബഡ്ജറ്റ് ഇൻഫ്യൂഷനും പ്ലാൻസും പോളിസീസും ഗവൺമെന്റിന്റെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ സ്പ്രൂസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. So I would say that, and then of course നമ്മൾ vaccination drive അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. It has been the world's largest vaccination program that the country has witnessed, and we have to give the benefit of doubt to our country, because initially, like Dr. Lal himself has said, this was unprecedented. So we were also learning organically. നമ്മൾ പഠിച്ചു, പക്ഷേ at the end of it we were gainers. ഈ vaccination program തന്നെ ആദ്യം തന്നെ കോവാക്സിനും കോവിഷീൽഡും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അത് WHO ഓത്തറൈസേഷൻ കിട്ടി. പിന്നെ ഓൾമോസ്റ്റ് 250 to 257 മില്യൺ ഡോസസ് ആയിരുന്നു നമ്മൾ കോവാക്സിനും കോവിഷീൽഡിന്റെ ഒക്കെ റെഗുലർലി മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വാക്സിനേഷന്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 93% ഓഫ് അഡൾട്ട് പോപ്പുലേഷൻ 18 years and above have got the first dose, and almost I think 70% ഓളം സെക്കൻഡ് ഡോസും കിട്ടിയിട്ടുണ്ട് അവർക്ക്. അപ്പൊ നോട്ട് ഓൺലി ഡൊമസ്റ്റിക്കലി, പക്ഷെ നമുക്ക് അബ്രോഡും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വാക്സിനേഷൻസ്. അപ്പോൾ ആവറേജ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈവ്സ് ആൻഡ് ലൈവ്ലിഹുഡ്സ് വെൽ ബാലൻസ്ഡ് ആയിട്ടാണ് ഇന്ത്യ ചെയ്തത്. ആൻഡ് ലൈക്ക് ഡോക്ടർ ലാൽ ഹിംസെൽഫ് ഹാസ് സെഡ് ദാറ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഹാവ് ഓൾസോ failed miserably failed in the sense they have also struggled to cope up with this pandemic. So in that context, nammal nokkanengil India has done fairly well in tackling this pandemic, I would say. Thank you, ma'am. Next, we are moving on to Mr. Anna Vinod Kumar, Ekopana Samiti District General Secretary. അങ്ങ് നമുക്ക് മുൻപ് സംസാരിച്ച 3 പേരുടെയും അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ടാവും. നേരിട്ട് ഈ ഒരു കാര്യത്തിൽ കോവിഡ് നയത്തിൽ പല രീതിയിൽ പങ്കെടുത്ത 3 പേരാണ് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ലോകത്തിൽ തന്നെ പല ലോകരാജ്യങ്ങളും ആദ്യമായി വിറ്റ്നസ് ചെയ്ത ഒരു രോഗമാണിത്. ഇത്തരത്തിലൊരു മഹാവ്യാധി ഇതുവരെ നാം കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടുമ്പോൾ പകച്ചു നിൽക്കുക എന്നത് സ്വാഭാവികമാണ്. മുൻപ് പറഞ്ഞ സ്പീക്കേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും ഒരു പരാജയമായിരുന്നു. എങ്കിൽ തന്നെയും വാക്സിനേഷൻ ഡ്രൈവ് ഉൾപ്പെടെ നമ്മൾ ഒരു വിജയമായി നമ്മൾ ലോകത്തിന് മുന്നിൽ നമ്മളെ തന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യവും ഉണ്ടായി എന്ന് പല സ്പീക്കേഴ്സും പറയുകയുണ്ടായി. അങ്ങയുടെ ഒരു അനുഭവത്തിൽ അതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത് എന്താണ്? ഗുഡ് ഈവനിങ് എവരിബഡി. വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടന്ന അഭിപ്രായം നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പറയാവുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ ലൈഫ് ടൈമിൽ അപൂർവമായി സംഭവിക്കുന്ന വളരെ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു പാൻഡമിക് ആണ് കടന്നു വന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, പോപ്പുലേഷന്റെ ആധിക്യം കൊണ്ട് അതുപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവ് കൊണ്ടൊക്കെ തന്നെ വളരെ വലിയ പരിമിതികളുണ്ട്. ആ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പാൻഡമിക്കിന്റെ ആദ്യ കാലഘട്ടം മുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 2020 ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയിട്ടുള്ള ലോക്ക്ഡൌൺ, ആ ലോക്ക്ഡൌണിന് തന്നെ വലിയ റിസ്കി ആയിട്ടുള്ള ലോക്ക്ഡൌൺ ആണ് നമ്മുടെ നാട്ടിൽ നടന്നത്. പ്രത്യേകിച്ച് യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ പോലും ലോക്ക്ഡൌണിനെതിരായിട്ട് വമ്പിച്ച പ്രതിഷേധമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെ ആ ഒരു സാഹചര്യത്തെ വളരെ വലിയ അവയർനെസ്സോടുകൂടി നേരിടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിന്റെയും ഇതര സംവിധാനത്തിന്റെയും ഒക്കെ വലിയ വിജയമായിട്ട് നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പരിമിതികളെ മറികടക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, യാതൊരു തർക്കമില്ല. ഇതൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുള്ള വലിയ ഒരു കലാമിറ്റി അല്ല. വന്നു, ആ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ നേരിടുന്ന അറിയില്ല. പരിഭ്രാന്തരാവാതെ തന്നെ സംയമനത്തോടുകൂടി, വളരെ ആത്മസംയമനത്തോടു കൂടിയാണ് രാജ്യം ഈ കോവിഡിൽ നേരിട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ മറുവശത്തേക്ക് പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും, സമസ്ത മേഖലകളും ഈ കോവിഡിന്റെ പിടിയിൽ അമരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഞാനിപ്പോ ട്രേഡേഴ്സിന്റെ ഒരു പ്രതിനിധിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൌൺ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഡാമേജ് ഉണ്ടായത് ട്രേഡിംഗ് മേഖലയിലാണ്, അതുപോലെ ഇൻഡസ്ട്രി മേഖലയിലാണ്.
ഇപ്പോ മാർച്ച് മാസം 2020 തുടങ്ങി ഇൻഡസ്ട്രി ഒക്കെ അടച്ചു, ട്രേഡിംഗ് ഒക്കെ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം ഓഗസ്റ്റ് മാസത്തോളം പൂർണ്ണമായിട്ട് അടഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എങ്ങനെയാണിത് ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയതെന്ന് ആലോചിക്കുമ്പോൾ, അത് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതമാണ് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഒരു ദേശീയത വികാരമാണ് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ വലിയ പ്രയാസങ്ങൾക്കിടയിലും ഉണർന്നു വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. പ്രത്യേകിച്ച് നമ്മൾ കോവിഡ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ പോലും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസി ഉണ്ടായിരുന്നുള്ള തർക്കമില്ലാത്തൊരു കാര്യമാണ്. പ്രധാനമന്ത്രി ആയാലും ആരോഗ്യമന്ത്രി ആയാലും ആ സംവിധാനങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള മെസ്സേജുകൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും കൃത്യമായിട്ട് മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ആയി ഒരു യൂണിഫോം സ്ട്രക്ചർ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത് തർക്കമില്ലാത്തൊരു കാര്യമാണ്. മാസീവ് ആയിട്ടുള്ള വാക്സിനേഷൻ, ഈ ഒരു രാജ്യത്തിന്റെ വാക്സിനേഷൻ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത്രയധികം ആളുകൾക്ക് വാക്സിനേറ്റഡ് ആയിട്ടുള്ള 93% വരുന്ന അഡൽട്ട് പോപ്പുലേഷൻ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വാക്സിനേറ്റ് ചെയ്യാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് ഹെക്ടിക് ആയിട്ടുള്ള വളരെ മാസീവ് ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്. ആ കാര്യത്തിൽ നമ്മൾ യാതൊരു കാരണവശാലും അത് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത് കേന്ദ്ര ഗവൺമെന്റിനെയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു 4 ടയർ മെഡിക്കൽ സംവിധാനം, ഹെൽത്ത് സംവിധാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാമിലി ഹെൽത്ത് സെന്ററുകൾ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ വളരെ സ്തുത്യർഹമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഒന്ന്, ആശാവർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റു പ്രവർത്തകരൊക്കെ ചേർന്നിട്ടൊരു യഥാർത്ഥത്തിൽ ഒരു സേനയാണ് ഉണ്ടായിരുന്നത്. എന്താ പറയാ, ഒരു മിലിറ്ററിന്റെ ആയിട്ടുള്ള സംവിധാനം, മിലിറ്ററി സംവിധാനം നമ്മുടെ ഭാഗത്തുണ്ടായി. ആദ്യ കാലഘട്ടത്തിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഒരുപാട് ആളുകൾ വിദേശത്ത് കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ വീട്ടിലിരുത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും രാവിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകരൊക്കെ ഓരോരുത്തരും വീട്ടിൽ പോയി ചെന്ന് ഇതിന്റെ ക്വാറന്റൈനിന്റെ പ്രാധാന്യം മനസ്സിലാക്കും, അവർക്ക് മരുന്നുകൾ കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുക. ഈ കോവിഡ് മാനസികമായിട്ട് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന അസുഖമാണ്. അപ്പൊ ആ സമയത്ത് മാനസികമായിട്ടുള്ള റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയാ അഡ്വൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു സംവിധാനത്തെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ഇമ്പാക്ട് ഉണ്ടാകുന്ന മേഖലകൾ, തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ പട്ടിണിയിലേക്ക് പോകുന്നു, ട്രേഡേഴ്സിൽ അടച്ചുപൂട്ടി കിടക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ പോലും അവരുടേക്കുന്ന സേവനം യഥാർത്ഥത്തിൽ പരിപൂർണമായിട്ട് എസെൻഷ്യൽ മേഖലയിലേക്ക് പരിപൂർണമായിട്ട് ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവുന്നു. ട്രാൻസ്പോർട്ടിംഗ് മേഖല ഇല്ലാതാവുന്നു. പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് എല്ലാ ചരക്കുകളും ഉൾപ്പെടെ പുറത്തുനിന്ന് കടന്നു വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഷോർട്ടേജ് ഉണ്ടാവുന്നു. ഇതൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാസീവായിട്ടുള്ള സർവ്വതല സ്പർശിയായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് ആഫ്റ്റർ കോവിഡ് ലോങ് ടൈം ഒരു പോളിസി ഉണ്ടാവണം. താൽക്കാലികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോങ് ടൈം പോളിസി കഴിയുമ്പോൾ നമുക്ക് പറയേണ്ട ഓരോ സെക്ടറും വ്യത്യസ്തമായിട്ട് നമ്മൾ പഠിക്കുകയും ആ സെക്ടറിനൊക്കെ എങ്ങനെ സ്റ്റിമുലേഷൻ കൊടുക്കാൻ കഴിയും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായിട്ടുള്ള രാജ്യമാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയാണ്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഏകദേശം 15 കോടിയോളം വരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക. 15 കോടി ആളുകൾക്ക് നേരിട്ട് തൊഴിൽ കൊടുക്കുന്നു. പരോക്ഷമായിട്ട് ഒരുപാട് ആളുകൾ അതിലൂടെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മേഖലയിലേക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലപ്പോഴും ക്യാഷ് ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നത് കറൻസിയിലൂടെ മാത്രമാണ്. നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസിലേക്ക് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് കടന്നു വന്നിട്ടില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഇനി അങ്ങോട്ട് ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ക്രെഡിറ്റ് റേറ്റ് ഒക്കെ വളരെ താഴ്ന്നതാണ്. അതിന് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും? അത്തരം പോളിസി വൈസ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും സ്റ്റിമുലേഷൻ ഉണ്ടാക്കുകയും വേണം. അങ്ങനെ വന്നാൽ തന്നെ എല്ലാ മേഖലയും സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപാദനം വളരെ കുറഞ്ഞു, ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റാണ്ടായി, സബ്സിഡൈസ് ചെയ്തിട്ടുള്ള കെമിക്കലും രാസവസ്തുക്കളും ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു. അങ്ങനെ വന്നിട്ട് ഇപ്പൊ രണ്ടാമത് സ്റ്റിമുലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റിംഗിന് സംവിധാനമില്ല. നമുക്കറിയാലോ, തക്കാളിയൊക്കെ 10 രൂപയ്ക്ക് കൊണ്ട് റോട്ടിലിട്ട് വിൽക്കുക. അപ്പൊ ഉത്പാദിപ്പിക്കുന്ന കർഷകന് എന്ത് കിട്ടും? അങ്ങനെ വരുമ്പോ സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു വികസനത്തെ സ്വപ്നം കാണുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള വലിയ പ്ലാനിങ്ങോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സെക്ടറിനെയും ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള വലിയ നമ്മളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രയാണത്തിൽ ഞാൻ പറഞ്ഞ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഞാൻ കേരളത്തിന്റെ സവിശേഷമായ സാഹചര്യം മാത്രം പറഞ്ഞാൽ കാർഷിക മേഖലയിൽ തന്നെ പറയാം. നമ്മുടെയൊക്കെ പോരായ്മകളെ കുറിച്ച് പറയുമ്പോൾ അത് പറയണല്ലോ. കാർഷിക മേഖല നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ പേരിനോട് തന്നെ ചേർന്ന് നിൽക്കുന്നതാണ് കേര കൃഷി. അതായത് റൂട്ട് വിൽറ്റ് ഡിസീസ് കേരളത്തിലേക്ക് കടന്നു വന്നിട്ട് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുക. കേരളത്തിൽ സ്വന്തമായിട്ടുള്ള കാർഷിക സർവകലാശാല ഉണ്ട്. പക്ഷെ റൂട്ട് വിൽറ്റ് ഡിസീസിന്റെ കാരണം എന്താണ്, അതെന്തുകൊണ്ട് അത് ഉണ്ടാവുന്നു, അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നില്ല.
ഞാൻ ട്രേഡർ എന്ന നിലയ്ക്കൊരു വലിയ തർക്കമില്ലാത്ത രീതിയിൽ കൃഷി നടത്തുന്ന ആളാണ്. ഏകദേശം നല്ല സമ്പന്നമായ രീതിയിൽ മുന്നോട്ട് പോകാവുന്ന കാർഷിക വൃത്തി ഉണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ തെങ്ങിന്റെ കൃഷി വളരെ നഷ്ടമായിട്ട് മാറിയിരിക്കുക. അത് വലിയ പ്രയാസമല്ലേ? 30 വർഷമായിട്ട് നമുക്ക് അതിന് റെമഡി കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ആ സെക്ടറിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പൊ ട്രേഡേഴ്സ്, ഞാൻ പറഞ്ഞ കേരളത്തിലെ ട്രേഡേഴ്സിന്റെ കാര്യം മാത്രം പരിശോധിക്കുക. വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോ ഭരിക്കുന്ന CPM-ന്റെ സംസ്ഥാന തലത്തിലുള്ള പാർട്ടി സമ്മേളനം കഴിഞ്ഞിരിക്കുക. സർവ്വതല സ്പർശിയായിട്ടുള്ള വികസനം കടന്നു വരികയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ആളുകളും 90% വരുന്ന ആളുകൾ വാടക കെട്ടിടത്തിൽ വ്യാപരിക്കുന്ന ആളുകളാണ്. അവർക്ക് വേണ്ടിയിട്ട് റെന്റ് കൺട്രോൾ നിയമം കാലാനുസൃതമായിട്ട് നടപ്പിലാക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട മുൻ സ്പീക്കറൊക്കെ ഇവിടെ ചർച്ചയിൽ ഇരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1960-കളിലെ പഴഞ്ചൻ നിയമമാണ്. ആ നിയമത്തിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കോടതി വിധികൾ വരികയും അത് ദുർബലപ്പെട്ടു വരികയും ഇത് വലിയൊരു കോൺഫ്ലിക്റ്റിന്റെ ഇടയാക്കുകയും ചെയ്യാണ്. ഒരാളൊരു ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സംരംഭത്തിലേക്ക് വരുമ്പോൾ വാടകയ്ക്ക് റെന്റഡ് ആയിട്ടുള്ള വാടകയ്ക്ക് റൂം എടുത്തു, അവിടെ ഫർണിഷ് ചെയ്തു, അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കച്ചവടം തുടങ്ങി, ഗുഡ്വില്ലുണ്ടാക്കി കച്ചവടം കഴിഞ്ഞ് പകുതി ആകുമ്പോൾ ബിൽഡിംഗ് ഓർഡർ വന്നിട്ട് ഒഴിഞ്ഞു പോകാൻ പറയുക, അല്ലെങ്കിൽ താങ്ങാത്ത വാടക ചോദിക്കുകയാണ്. അതിനൊരു റെമഡി നമ്മുടെ നിയമത്തിലില്ല. ആ നിയമത്തിൽ ഫെയർ റെന്റ് കൺട്രോൾ കമ്മീഷനൊക്കെ നമ്മുടെ നിയമത്തിലുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു കളയുന്ന സ്ഥിതിവിശേഷം കോടതി വിധികളിലൂടെ, പലവിധ ഫോക്കസ് ആയിട്ടുള്ള കോടതി വിധികളിലൂടെ അത് എടുത്തു കളയാണ്. ഈ ഗവൺമെന്റിന് മുന്നിൽ എത്രയോ കാലമായിട്ട് നമ്മൾ പറയുന്നു ഒരു റെന്റ് കൺട്രോൾ സംവിധാനം കൊണ്ടുപോകാം. അത് എന്തുകൊണ്ട് പറ്റുന്നില്ല? ആരെ പഠിച്ചിട്ടാണ് ഈ സർക്കാരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? വലിയ വിപ്ലവം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും ഒരു മറുപടി ഇല്ലല്ലോ. മറുപടി വേണമല്ലോ. എല്ലാ മേഖലകളിലും നമുക്ക് വലിയ വികസനം വേണം, പുതിയ കാഴ്ചപ്പാടിനനുസരിച്ച് മുന്നോട്ട് പോകണം, പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് പ്രസംഗിച്ചാലും മൊത്തം പോരാ. അതിന് പുറകെയുള്ള നടപടികൾ കൂടി ഉണ്ടാവണം. ഞാൻ പറയുന്നത് ഇതൊക്കെ ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ആശ്വാസകരമായിട്ടുള്ള നടപടികൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും പ്രത്യേകിച്ചിട്ടുണ്ട്. കേരളത്തിലൊക്കെ ആരോഗ്യരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ വിഷയം ഷിഫ്റ്റ് ചെയ്യാണ്. ആരോഗ്യരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഒരാൾക്ക് പോലും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ കിട്ടാതെ പറ്റില്ല. നമ്മുടെ ഒന്നും തെരുവോരങ്ങളിൽ ആരും ശ്വാസം മുട്ടി മരിച്ചിട്ടില്ല. അമേരിക്കയിലൊക്കെ നമ്മൾ ആദ്യത്തെ വേവിൽ കണ്ട കാര്യം എന്താ? ട്രക്കുകളിലൊക്കെ മാസങ്ങളോളം ഡെഡ് ബോഡി കൂട്ടിയിട്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥ കണ്ടിട്ടില്ലേ? ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഡെത്ത് റേറ്റ് വളരെ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അതൊക്കെ വലിയ സമഗ്രമായിട്ട് നമ്മുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടാണ്. ഞാൻ എന്റെ സമയം ഏകദേശം അവസാനിച്ചു എന്ന് വിചാരിക്കുകയാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അവസരം തന്നതിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകം ഈ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതോടെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സർ ഫോർ ഷെയറിംഗ് യുവർ വ്യൂസ്. ഒരു സാമ്പത്തിക തലത്തിൽ കൂടെ നിന്ന് അങ്ങയുടെ അഭിപ്രായം പറഞ്ഞു. എല്ലാ സ്പീക്കേഴ്സും അങ്ങ് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അങ്ങയുടെ ഒരു കൺസേൺസ് കൂടി അങ്ങ് പറഞ്ഞു. അതും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പ്രത്യേകിച്ച് കേരളത്തിന്റെ വ്യാപാരി വ്യവസായികൾ, അതുപോലെ കാർഷിക മേഖല, അതുപോലെ തന്നെ സാമ്പത്തിക ചക്രത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ഏറ്റവും അധികം തകർന്നു പോയ ഒരു സമയമാണ് ഈ കോവിഡ് കാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ആശങ്കകൾ ഏറെ പ്രസക്തമാണ്. ഈ പറയുന്നത് പോലെ നമ്മൾ GDP-യുടെ എത്ര ശതമാനം ചെലവാക്കുന്നു എന്ന് ചോദിച്ച ഡോക്ടർ SS ലാലിന്റെ കൺസേൺ അതും പ്രസക്തമാണ്. വരും ചർച്ചയിൽ നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്. We were expecting one more speaker, Mr. K.S. Shabarinathan, but since he hasn't joined yet, we will be starting our panel discussion soon. Thank you. We are moving on to the second segment of this panel discussion, that is the panel discussion itself. In panel discussion 2, we are moving on to Shri P. Sri Ramakrishnan. അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ മറ്റ് സ്പീക്കേഴ്സ് എല്ലാം പറഞ്ഞ കാര്യം. ഈ കോവിഡ് എന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗത്തെയും ബാധിച്ച ഒരു മഹാമാരിയാണ്. തെരുവുകളിൽ ഉറങ്ങുന്ന കോടിക്കണക്കിനായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരിലുപരിയായി, അതുപോലെ തന്നെ കുടിയേറ്റ തൊഴിലാളികൾ, നമുക്ക് തന്നെ അറിയാം, നമുക്ക് വലിയൊരു വിഭാഗം ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളുണ്ട്. വീടും സ്ഥലവും ഇല്ലാത്തവരായിട്ടുള്ള മലയാളികൾ
കുറവാണ്, എന്നാൽ പോലും ഉണ്ട്. നമ്മുടെ രാജ്യത്തുമുണ്ട് നിരവധി പേർ. അനാഥാലയങ്ങളിലും വൃദ്ധസദനങ്ങളിലും കഴിയുന്നവർ, ജയിലിൽ കഴിയുന്നവർ, ചിലയിടങ്ങളിലെങ്കിലും കേരളത്തിൽ അല്ലെങ്കിൽ പോലും താൽക്കാലിക തടങ്കൽ പാളയങ്ങളിൽ കഴിയുന്നവർ, അങ്ങനെ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനം, നമുക്ക് പകുതിയിലേറെ എന്ന് തന്നെ പറയേണ്ടി വരും, പകുതിയിലേറെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു കോവിഡ് മഹാമാരിയും അതേ തുടർന്നുണ്ടായ ലോക്ക്ഡൌണും സാമ്പത്തിക പ്രശ്നങ്ങളുമെല്ലാം ഏറെ അവരിൽ ചെലുത്തിയ ആഘാതം, ആ തകർച്ച ഏറെ വലുതാണ്. അപ്പോൾ ഈ ഒരു ആഘാതം എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഒക്കെ അപ്പുറമായ ഒരു കാര്യമാണ്. സുരക്ഷയ്ക്കും വിശപ്പിനും ഇടയിലാണ് അവരുടെ കോവിഡ് കാലം കടന്നുപോയതെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അങ്ങ് ഈ പറഞ്ഞ സ്പീക്കേഴ്സിന്റെ ഒക്കെ വ്യൂ പോയിന്റ്സ് ശ്രദ്ധിച്ചു. ഡോക്ടർ SS ലാൽ എസ്പെഷ്യലി പറഞ്ഞ ഒരു കാര്യമുണ്ട്, കേരളത്തില് കോവിഡ് കണക്കുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരു സുതാര്യത പാലിച്ചില്ല, അതുകൊണ്ട് തന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടെ മരിക്കേണ്ടി വരുന്ന ഒരു കണ്ടീഷനും കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുകയുണ്ടായി. മറ്റ് സ്പീക്കേഴ്സ് പറഞ്ഞതും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാമ്പത്തിക കാര്യങ്ങളിൽ നമുക്കുണ്ടായ നയ സമീപനങ്ങൾ. അപ്പൊ അങ്ങേക്ക് അതിനൊക്കെ ഒരു മറുപടി പറയാനുള്ള അവസരമാണ്. താങ്ക് യു. ഞാൻ ഡോക്ടർ SS ലാൽ പറഞ്ഞ ഭൂരിപക്ഷം കാര്യങ്ങളോട് യോജിക്കുകയാണ്. അദ്ദേഹം വളരെ അനുഭവസമ്പന്നനായ, ലോകത്തിലെ എല്ലാ ഭാഗങ്ങളും സഞ്ചരിച്ചിട്ടുള്ള, യുണൈറ്റഡ് നേഷൻസിനോടൊക്കെ സഹകരിച്ച് ബോധിച്ചിരിക്കുന്ന ഒരു ഡോക്ടറാണ്. പക്ഷെ കേരള മോഡൽ എന്നൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കേരള മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേരളം മോഡലാണെന്നല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊതുജനാരോഗ്യ രംഗത്ത് കേരളം ശ്രദ്ധേയമായ നേട്ടങ്ങൾ നേടിയത് കൊണ്ട് കേരളത്തിനൊരു പെക്യുലാരിറ്റി ഉണ്ടെന്ന്, സ്പെഷ്യാലിറ്റി ഉണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്പെഷ്യാലിറ്റി നമ്മൾ കാണാതെ പോകണ്ട. ഇപ്പോ ധാരാളം ആളുകളുടെ പൊളിറ്റിക്കൽ ഇന്റർവെൻഷനെ കുറിച്ചാണ്. പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായതുകൊണ്ടാണ് കേരളത്തിലെ ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചത്. ഇപ്പൊ ലോക്ക്ഡൌൺ ചെയ്തു, യാന്ത്രികമായിട്ട് ലോക്ക്ഡൌൺ ആയിരുന്നെങ്കിൽ അത് നടപ്പാക്കാൻ കഴിയുമായിരുന്നോ? നിങ്ങളെല്ലാവരും വീടടച്ച് വീടിനകത്ത് ഇരിക്കണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പട്ടിണിക്കാരായ ആളുകൾക്ക് അത് സാധിക്കുമായിരുന്നോ? ഏതാണ്ട് 3.5 മാസം 3 നേരവും ഭക്ഷണം കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും തയ്യാറാക്കി വളണ്ടിയറായമാരെ വീടെത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ ഇന്ത്യയിലെവിടെയും ലോകത്തെവിടെയും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഭക്ഷണം കിട്ടാത്ത ഒരാളുണ്ടായിട്ടില്ല. അതിഥി തൊഴിലാളികൾക്ക്, കുരങ്ങുകൾക്ക്, മൃഗങ്ങൾക്ക് ഇപ്പൊ ഭക്ഷണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഭക്ഷണം കിട്ടാതെ ആരും ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ പാൻഡമിക് സിറ്റുവേഷൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറായിരിക്കണമെന്ന് ലോകത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്. അക്കാര്യത്തിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു നീക്കം നടത്താൻ കഴിയാതെ പോയി എന്നുള്ളതും ശരിയാണ്. പക്ഷെ അതേസമയം പാൻഡമിക്കിന്റെ ഭാഗമായി വന്നിട്ടുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കാൻ ഇത്രയും വലിയൊരു സംവിധാനത്തിന്റെ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞത്. നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, അതിന് തൊട്ട് താഴെ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലുള്ള ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് നമുക്കിത് മുന്നോട്ട് പോകാൻ സാധിച്ചതെന്നുള്ളത് നമ്മൾ കാണാതെ പോകണ്ട. കേരളത്തിന് സുതാര്യതയില്ലാത്ത കണക്കുകൾ കൊണ്ട് കള്ളക്കളി കളിച്ചു എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കേരളത്തിൽ ഇത്രയും സൂക്ഷ്മമായ അവലോകനം നടക്കുന്നത് കൊണ്ട് പൂർണ്ണമായിട്ടും ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര പേർക്ക് രോഗം പിടിച്ചതെന്ന് ഇപ്പോഴും കണക്കില്ല. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ മാസ്ക് ധരിച്ച ആളുകൾ രോഗികളാണെന്ന് കരുതുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്ന അടുത്ത കാലം വരെ. മാസ്ക് ധരിച്ച രോഗികളാണ്, മാസ്ക് ധരിക്കാതെ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ള ധാരണയിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കേരളത്തിന്റെ പ്രത്യേകത കാണാതെ പോകേണ്ട എനിക്ക് പറയണ്ട, അതിനെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കേണ്ട, പക്ഷെ കാണാതെ പോകണ്ട. 2, മാഡം പറഞ്ഞ കാര്യങ്ങളോട് എനിക്ക് യോജിപ്പാണ്. പക്ഷെ മാഡം പറഞ്ഞപ്പോ GDP-യുടെ കാര്യങ്ങളെ കുറിച്ച് അവരൊന്നും പറഞ്ഞില്ല. നമ്മുടെ GDP-യുടെ 4% താഴെയാണ് ഇപ്പോഴും ഹെൽത്ത് സെക്ടറിലേക്ക് നീക്കി വെക്കുന്നത്. ഈ പറയുന്ന പദ്ധതികളെല്ലാം പ്രഖ്യാപിച്ചത് ഈ പാൻഡമിക്കിന്റെ കടന്നാക്രമണം വന്നതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം താഴെത്തട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ വാക്സിനേഷൻ ഒഴികെയുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു ഡിബേറ്റിന് വിധേയമാക്കേണ്ടതാണ്. ഇറ്റ് ഹാസ് ടു ബി ഡിബേറ്റഡ്. പക്ഷെ എക്സെപ്റ്റ് വാക്സിനേഷൻ അവർ പറഞ്ഞ ശരിയാണ്, വാക്സിനേഷൻ ഡ്രൈവ് നന്നായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വാടക നിയമത്തെ കുറിച്ചാണ്. വാടക നിയമം പ്രാബല്യത്തിൽ വരുത്താൻ കഴിയാതെ പോയി എന്ന് പറഞ്ഞല്ലോ. 2 വശമുണ്ട് നമ്മൾ കാണാതെ പോകണ്ട. കാരണം ഉടമസ്ഥന്മാർ ഉണ്ടാക്കുന്ന കെട്ടിടം
ആ കെട്ടിടത്തിൽ വാടകക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകാത്ത സാഹചര്യം വരുമ്പോൾ ഉടമസ്ഥന്മാർക്ക് വലിയ സമ്പന്നരല്ലെങ്കിലും അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നത് യഥാർത്ഥത്തിൽ ശരിയായിരിക്കില്ല. അതുകൊണ്ട് വാടക നിയന്ത്രണം എന്ന് പറയുന്നത് പ്രായോഗികമാണ്. പക്ഷെ വാടകക്കാരുടെ ആധിപത്യം എന്ന് പറയുന്നത് പ്രായോഗികവുമല്ല. അത് നമ്മൾ കാണണം. അതുകൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ മറ്റൊന്ന് പറഞ്ഞത്, ഈ പറയുന്ന കാലത്ത് അഗ്രികൾച്ചർ സെക്ടറിലൊക്കെ ഉണ്ടായിട്ട് തകർച്ച. നമ്മുടെ നാട്ടിൽ ധാരാളം കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതിന് ആവശ്യക്കാരുണ്ട്. പക്ഷെ അത് വിറ്റഴിക്കാൻ കഴിയുന്നത് അതിന് കാരണം പ്ലാറ്റ്ഫോമുകളില്ല. ആധുനിക സമൂഹത്തിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ കാർഷിക ഉൽപ്പാദനത്തെയും കൃഷിക്കാരനെയും ഉപഭോക്താവിനെയും ബന്ധിപ്പിക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായിട്ടൊരു കാര്യമാണ്. കേരളം ഇതിനിടയിൽ ഉണ്ടായിട്ടൊരു നേട്ടം അത് നമ്മൾ കാണണം. ഈ കോവിഡിന്റെ മറുപുറം എന്ന് പറയുന്നത് സർവീസ് സെക്ടറിൽ വലിയ തൊഴിലവസരങ്ങളുടെ വലിയ ലോകം സൃഷ്ടിച്ചു. ഡിജിറ്റൽ ഡിവൈഡ് തന്നെ ഇല്ലാതാക്കാൻ കഴിയാവുന്ന നിലയിലേക്ക് കേരളം വളരുകയാണ്. ധാരാളം ഡിജിറ്റൽ സംവിധാനം വഴിയുള്ള സേവനങ്ങൾ വീട്ടിലെത്തുന്ന സാഹചര്യം ഉണ്ടായി. കാലം മാറുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റത്തെ നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ കെ ഫോൺ പോലെയുള്ള സംവിധാനങ്ങൾ വരുന്നതോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്റർനെറ്റ് പരിപൂർണമായിട്ട് സൗജന്യമായിട്ട് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാത്തൊരു സൊസൈറ്റിയായിട്ട് കേരളത്തിന് മാറാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുണ്ട്. അതുകൂടി കണ്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഡിബേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ എസ് എസ് ലാൽ ഇപ്പോൾ കേട്ട് കാണും മിസ്റ്റർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ കാര്യം, അതുപോലെ തന്നെ മറ്റ് സ്പീക്കേഴ്സ് അങ്ങേക്ക് ശേഷം പറഞ്ഞ കാര്യവും അങ്ങ് ശ്രദ്ധിച്ചു കാണും. 1978 വേൾഡ് ഹെൽത്ത് അസംബ്ലിയിൽ അൽമാറ്റ ഡിക്ലറേഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് 1983 ആദ്യമായി ഒരു ഔദ്യോഗിക ആരോഗ്യ നിയമം ഇന്ത്യയിൽ നിലവിൽ വരികയും ചെയ്തു. 20ാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും എല്ലാവർക്കും ആരോഗ്യം എന്നൊരു തീരുമാനമൊക്കെ നമ്മൾ എടുത്തിരുന്നു. പക്ഷെ ഒരു സ്വകാര്യ മേഖലയുടെ വളർച്ച, ഒരു സ്വകാര്യവൽക്കരണം അതിനുശേഷം വലിയ രീതിയിൽ നമ്മൾ കാണുകയും ചെയ്തു. ഇവിടെ ഈ സ്വകാര്യ മേഖല ഉയർന്നു വരുന്നത് നല്ലതാണെങ്കിൽ പോലും പല കേസുകളിലും ഈ ഒരു കോവിഡ് കാലത്ത് പോലും ഒരു സാധാരണക്കാരന് സ്വകാര്യ മേഖലയിൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം ഏറെ മികച്ചതാണെന്ന ആ ഒരു വസ്തുത അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, പല സാധാരണക്കാർക്കും ഈ സ്വകാര്യ മേഖലയിൽ ഒരു ചികിത്സയൊന്നും താങ്ങാനാവാത്ത ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അപ്പൊ ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു വിഷയം കൂടി വെച്ചുകൊണ്ട് അങ്ങേക്ക് മറ്റുള്ളവർ പറഞ്ഞതിന് മറുപടി കൂടി പറയാവുന്നതാണ്. ആദ്യം ചോദിച്ചതിന്റെ മറുപടി ആദ്യം പറയാം. ഈ സ്വകാര്യ മേഖല അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ടാക്സി കയറുന്ന, ഓട്ടോറിക്ഷ കയറുന്ന സ്വകാര്യ മേഖലയാണ്, പ്രൈവറ്റ് ബസ്സിൽ കയറുന്നത്. പക്ഷെ അവിടെ എന്താ വ്യത്യാസം? നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സ്വകാര്യ മേഖല എല്ലാം ഗവൺമെന്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ഗവൺമെന്റ് എല്ലാം ചെയ്യാൻ നോക്കുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നു. അപ്പൊ ചിലത് സ്വകാര്യ മേഖലത്തൊക്കെ പറ്റുള്ളൂ, അല്ല അവരെ പ്രോത്സാഹിപ്പിക്കണം. ടാക്സി ആയാലും ഓട്ടോറിക്ഷ ആയാലും പ്രൈവറ്റ് ബസ് ആയാലും ഉള്ളതുപോലെ അവർ റെഗുലേറ്റ് ചെയ്യണം. ഓട്ടോറിക്ഷയ്ക്കോ ടാക്സിക്കോ ബസ്സിനോ സ്വന്തം അവരുടെ ഇഷ്ടത്തിന് ചാർജ് ചെയ്യാൻ പറ്റില്ല അവിടെ. അല്ലെങ്കിൽ അവിടെ ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ അവർ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അപ്പൊ ഇത്ര ഇടപെടലുകളാണ് വേണ്ടത്. അപ്പൊ അതിനകത്ത് പ്രശ്നമുണ്ട്. സ്വകാര്യ മേഖല ഇന്ത്യയിൽ മൊത്തത്തിൽ, ഞാൻ എൻ്റെ PhD പോലും അതിനകത്താണ്. സ്വകാര്യ മേഖല റെഗുലേറ്റഡ് അല്ല. സ്വകാര്യ മേഖല മാത്രമല്ല വളരുന്ന പലപ്പോഴും ഗവൺമെന്റിന്റെ പരാജയമുള്ള സ്ഥലങ്ങളിലും. ഇപ്പൊ ഇവിടുത്തെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സ്വകാര്യ മേഖലയിൽ ഒന്നാം തരം ചികിത്സയൊക്കെ പലപ്പോഴും കിട്ടുമ്പോഴത്തേക്കും അവിടെ ഈ കോസ്റ്റിന്റെ കാര്യത്തിൽ, ചികിത്സ ചെലവിന്റെ കാര്യത്തിലൊക്കെ ചില നിയന്ത്രണങ്ങൾ വരേണ്ടതിന്റെ ആവശ്യകത. അതേസമയം ഉത്തർപ്രദേശ്, ബീഹാറിൽ ചെന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രികൾ ഉച്ചയായാലും തുറക്കാത്ത പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ആരും വരില്ല. വന്നാലും രോഗികളുടെ നിന്ന് പൈസ പിരിക്കും, മരുന്ന് കൊടുത്ത് അതിന്റെ പൈസ കൂടെ പിരിക്കും. അവിടെ സ്വകാര്യ മേഖല എന്ന് പറയുന്നത് അവിടെ കുത്തിയിരുന്ന്, ചെറിയ മുറിയിൽ കുത്തിയിരുന്ന് സകല മെഡിക്കൽ സ്റ്റോറിൽ സകല മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന വ്യാജനാണ്. മറ്റ് വലിയ ആശുപത്രികളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ മേഖലയിലേക്കാണ് നമ്മളത് മുഴുവൻ ചർച്ച ചെയ്യാൻ പറ്റും. പക്ഷേ സ്വകാര്യ മേഖല പ്രോത്സാഹിപ്പിക്കുകയും അതിനെ റെഗുലേറ്റ് ചെയ്യും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യണം. കോവിഡിന്റെ കാര്യത്തിൽ വന്നപ്പോഴും കേരളത്തിൽ പരാജയപ്പെട്ടു. ഞാൻ ഒരുപാട് ടെലിവിഷൻ ചർച്ചകളിൽ പറഞ്ഞതാണ്. സ്വകാര്യ മേഖലയെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയിരുന്നു. കേരളത്തിൽ 70% ജനങ്ങളും പോകുന്നത് സ്വകാര്യ മേഖലയിലാണ്. അവർ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്കിത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷം ആയാലും പോകുന്ന സ്വകാര്യ മേഖലയിലാണ്. പക്ഷേ കോവിഡ് സ്വകാര്യ മേഖലയിൽ ആശുപത്രി പൂട്ടുകയായിരുന്നു. കോവിഡ് വന്നവർക്ക് സ്വകാര്യ മേഖല ആശുപത്രി പൂട്ടിയും കൂടെ ഇടേണ്ടി വന്നുകൊണ്ട് മറ്റ് ചികിത്സയും കൊടുക്കാൻ പറ്റില്ല. അവർ പറ്റിപ്പോയ അബദ്ധമാണ്. ഇനി അത് തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി തിരുത്തപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നേതാക്കളുടെ ഒരാളാണ് ശ്രീരാമകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ചില കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതിനുള്ള മറുപടി ആയില്ല എന്നുള്ള പൊരുത്തക്കേട് മാത്രമേ. ഞാൻ പറയും കേരള മോഡൽ ഇല്ലാന്ന്. നമ്മുടെ സാമൂഹ്യ സൂചികകളിലും ആരോഗ്യ സൂചികകളിലും കേരളം മുന്നിലായിരിക്കുന്നുണ്ടും കുറഞ്ഞ സാമ്പത്തിക ശേഷിയിൽ നിൽക്കുമ്പോഴും മെച്ചപ്പെട്ട സൂചികളുള്ളതുകൊണ്ട് കേരള മോഡൽ തന്നെയാണ്. ശ്രീലങ്ക, കോസ്റ്റാറിക്ക അങ്ങനെ ചില പ്രദേശങ്ങളുണ്ട് കുറഞ്ഞ സാമ്പത്തിക ശേഷി പക്ഷെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം. ഞാൻ പറഞ്ഞത് കോവിഡിന്റെ കാര്യത്തിൽ നമ്മൾ കേരള മോഡൽ എന്ന് പറയാൻ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ മെച്ചപ്പെട്ട മോഡൽ ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ
കോവിഡ് കാര്യത്തിൽ മെച്ചപ്പെട്ടു. ചില പരാജയങ്ങളുണ്ട്, അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. സുതാര്യതയുടെ വിഷയം അതാണ്. നമുക്കതിനകത്ത് കൃത്യമായ അബദ്ധം പറ്റിപ്പോയി. ഞാൻ ആ ചർച്ചകളിലേക്ക് കൂടുതൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ദിവസവും 9 പേര് 29,100 നമ്മൾ കാണിക്കുന്നത് പഴയ മരണക്കാരുടെ കണക്കിടൊക്കെ. ഏത് ഗവൺമെന്റാലും ചിലപ്പോൾ ചെയ്തേക്കും. ട്രംപിന്റെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ചില നമ്മൾ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് അബദ്ധമാണ്. അത് നമ്മൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്. പിന്നെ രാഷ്ട്രീയ സ്വാധീനത്തെ പറ്റി ഞാൻ പറഞ്ഞത് ഈ ലോക്കലായിട്ട് രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യുന്നതിൻ്റെ അല്ല, അക്കാര്യമല്ല ഞാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞപ്പോൾ ട്രംപ് കൂടെ നിർത്തിയിരുന്നത് ഫൗച്ചിയാണ് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന അമേരിക്കയിലെ പ്രധാനപ്പെട്ട സാംക്രമിക വിദഗ്ധൻ. നമ്മുടെ കൂടെ ഇതുവരെ നമ്മളുടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കണ്ടിട്ടില്ല സംസ്ഥാനത്തിന്റെ. അത് കുറ്റപ്പെടുത്തലല്ല. അവർക്ക് കഴിവില്ലെങ്കിൽ അവർക്ക് പ്രതിനിധീകരിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ അതോറിറ്റി ഏത് സംസ്ഥാനത്തിലെയും പോലെ ആരോഗ്യത്തിന്റെ അതോറിറ്റി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്, മന്ത്രിയോ ഹെൽത്ത് സെക്രട്ടറിയോ ഒന്നുമില്ല. ആ സിസ്റ്റമാണ്. അഡീഷണൽ ഡയറക്ടർമാരുടെ 10 പേരെ പറ്റുണ്ട്. ആ സിസ്റ്റത്തിന് നമ്മൾ എംപവർ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് നഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. തീരുമാനങ്ങൾ ഇപ്പൊ ലോക്ക്ഡൌൺ വേണമെന്നുള്ളത് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാൻ പറ്റും. പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പക്ഷെ അത് വേണോ ചോദിക്കേണ്ടത് ആരോഗ്യവകുപ്പിനോടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പോലെ പ്രസ്ഥാനമുണ്ട്. IMA ഇന്ത്യയിലെ മുഴുവൻ ഡോക്ടർമാരുടെ ഏക സംഘടനയാണ്. ഇതുവരെ ആ കമ്മിറ്റികളിലില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ പരാജയമുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. മുൻ സ്പീക്കർ പറഞ്ഞ മറ്റു കാര്യങ്ങളൊന്നും നിർത്തില്ല. അത് നമ്മളെല്ലാവരും യോജിക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ ഉത്തരേന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ശ്രീ ശ്രീവാഷൻ പറഞ്ഞുള്ള മറുപടി ആയിട്ടല്ല, നമുക്ക് പലപ്പോഴും ഒരു മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ഇപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ ഉത്തരേന്ത്യയായിട്ട് കമ്പയർ ചെയ്യും. നമ്മളിപ്പോൾ നമ്മുടെ മകൻ സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ നമ്മൾ അടുത്ത പിള്ളേരെക്കളൊക്കെ നമ്മൾ നല്ല മാർക്ക് വാങ്ങിച്ചു എന്ന് പറയും. അടുത്ത അയൽവാസി ആ പ്രദേശത്തെ പിള്ളേരിൽ നമ്മുടെ മോൻ തോറ്റുപോയാൽ പറയും അടുത്ത വിട്ട് സകല പിള്ളേർ തോറ്റു, എൻ്റെ മോനും തോറ്റു എന്ന് പറയും. അങ്ങനല്ല. നമ്മുടെ മകൻ പ്രോഗ്രസീവായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ടൈമിൽ നന്നായി മാർക്ക് വാങ്ങിച്ചു അങ്ങനെ ഏത് കാര്യത്തിലായി. സെക്കൻഡ് ടൈമിൽ അത് നിലനിർത്തിയാലും മെച്ചപ്പെട്ടു, തേർഡ് ടൈമിൽ മെച്ചപ്പെട്ടു. തേർഡ് ടൈമിൽ തോറ്റു പോകുമ്പോഴത്തേക്ക് അടുത്ത വീട്ടിലെ കുട്ടി തോറ്റുപോയി എന്ന് പറയുന്നത് ഒരു ന്യായമല്ല. അത് ഞാൻ സൂചിപ്പിക്കണം. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കേരളമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ സംസ്ഥാനം ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നാണ്. ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ചില കാര്യങ്ങൾ പിന്നോക്കം പോകുന്നുണ്ട്. വേറൊരു ചർച്ചയിൽ പറയാവുന്നതാണ്. പിന്നെ ലോക്ക്ഡൌൺ ഒരുപാട് സംസാരിച്ചുകൊണ്ട് മാത്രം പറയാം. ഇന്ത്യയിൽ ലോക്ക്ഡൌൺ തീരുമാനമെടുത്ത് ആദ്യത്തെ തീരുമാനം ഭയങ്കര ഒരു വൻപൻ രാഷ്ട്രീയ ബദ്ധമാണ്. അങ്ങനെ ചെയ്തുകൂടെയായിരുന്നു. 3 സംസ്ഥാനത്ത് മാത്രം ഉള്ളപ്പോൾ ഇന്ത്യ മുഴുവൻ ലോക്ക്ഡൌൺ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളിൽ പാൻ ഇന്ത്യ ആയിട്ട് ഒറ്റ അടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയല്ല. അതിനകത്ത് സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വം കൊടുക്കണമായിരുന്നു. സംസ്ഥാനങ്ങൾ പോലും ആവശ്യമുള്ള ജില്ലയിൽ വേണമായിരുന്നു. ആവശ്യമില്ലാത്തത് മുഴുവൻ പേരെയും ഒറ്റയടിക്ക് അമേരിക്കയിൽ പോലും ഘട്ടം ഘട്ടമാണ് അടിഞ്ഞത്. അവിടെ മാത്രമല്ല $800 വെച്ച് എല്ലാ മനുഷ്യർക്കും ബാങ്കിൽ അയച്ചു കൊടുത്തു, അക്കൗണ്ടിൽ അയച്ചു കൊടുത്തു. നമ്മൾ അങ്ങനത്തെ ഒരു സംവിധാനം ചെയ്യാതെ പാവപ്പെട്ട തൊഴിലാളി ട്രെയിൻ കയറി മരിക്കുന്നത് ലോക്ക്ഡൌൺ നിന്ന നിലയ്ക്ക് അത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. ലോക്ക്ഡൌൺ ആവശ്യമായിട്ട് വരും. എന്നാൽ വാക്സിൻ വന്നപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ സംസ്ഥാനങ്ങൾ ചെയ്തോന്ന് പറഞ്ഞു, അവിടെ തിരിച്ചു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഏത് ഗവൺമെന്റ് ആയാലും പാർട്ടികളായാലും ചിലപ്പോൾ അബദ്ധം പറ്റിയും. പക്ഷെ ഇതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള അബദ്ധങ്ങളാണ്. ഭാവിയിലേക്ക് തിരുത്തലുകൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പിന്നെ GDP പറഞ്ഞുകൊണ്ട് പറയുകയാണ്, നമ്മൾ GDP ഒക്കെ നമ്മൾ മാനിപ്പുലേറ്റ് 2 എന്നൊക്കെ പറയുന്നെങ്കിലും യഥാർത്ഥ കണക്ക് നോക്കിയാൽ ഇപ്പം 2-ന് താഴെയാണ്. 2 പോരാ. ഒരു 8 or 10 ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മിസൈൽ വാങ്ങിക്കുന്നത് ആവശ്യമായിരിക്കും. പക്ഷേ മിസൈലുകൾക്ക് മനുഷ്യനെ കൊല്ലാനേ പറ്റുള്ളൂ. പക്ഷേ മരുന്നുകളും വാക്സിനുകളും പ്രാഥമിക ആശുപത്രികളും ഉണ്ടെങ്കിൽ മനുഷ്യനെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നാടുകളിൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ നേരത്തെ മാഡം പറഞ്ഞു ഗ്ലോബൽ ഇതിനകത്ത് ഇൻഡെക്സിന്റെ കാര്യം പറയും. ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ത്യക്ക് 66ാം സ്ഥാനമാണ്. സ്ട്രോങ് ഹെൽത്ത് സിസ്റ്റത്തിന്റെ കമ്പാരിസൺ വരുമ്പോഴത്തേക്ക് ഇന്ത്യക്ക് 101ാം സ്ഥാനമാണ്. പിന്നെ ഹെൽത്ത് ആക്സസ് നോക്കുമ്പോൾ 145ാം സ്ഥാനമാണ് ലോകത്ത്. നമുക്ക് ഡോക്ടർമാരുടെ എണ്ണവും ഡോക്ടർ പോപ്പുലേഷൻ പറയുമ്പോഴും സാധാരണക്കാരൻ ആക്സസ് ശരിയായ ഹെൽത്ത് ആക്സസിൽ ലോകത്ത് 145ാം സ്ഥാനമാണ്. 195 പേര് റാങ്ക് ചെയ്യുമ്പോൾ. അപ്പൊ അത്തരം കടമ്പോൾ ഇനിയും കിടക്കരുത്. ഇത് ആരുടെയും ഒറ്റ ഗവൺമെന്റിന്റെ പ്രശ്നമൊന്നുമല്ല. ഗവൺമെന്റ് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളൊരു രാജ്യം എന്ന നിലയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഊതിപ്പെരിപ്പിച്ച് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളല്ല. താങ്ക് യു. താങ്ക് യു ഡോക്ടർ SS ലാൽ. ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, അങ്ങ് ചില കാര്യങ്ങൾ കേട്ട് കാണുമല്ലോ. പ്രത്യേകിച്ച് ഈ നമുക്കൊരു ആരോഗ്യ വിദഗ്ധന്റെ ഒരു ബാക്കപ്പ് നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടാകണം എന്നൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങേക്ക് എന്തെങ്കിലും അക്കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമെന്ന നിലയിൽ അങ്ങേക്കൊരു ക്ലാരിറ്റി പറയണമെങ്കിൽ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിനീതാമാവിലേക്ക് പോകാം. അല്ല, തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആരോഗ്യ ഡയറക്ടറുടെയോ ആരോഗ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയോ വാർ റൂമിൽ ചേർന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരമുള്ള ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ പത്രസമ്മേളനമല്ല.
ഓരോ ദിവസവും പറയേണ്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ധാരണയാക്കി അവരുടെ അഭിപ്രായമാണ്. IMAയുമായിട്ട് സ്ഥിരമായി ചർച്ച ചെയ്തത് ശരിയാണ്. പക്ഷെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കോ യോജിപ്പില്ലാത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. എനിക്കൊരു പോയിന്റ് ഉണ്ട്. ശിവരാജ് സാർ പറഞ്ഞ അതിനോട് ഞാൻ യോജിക്കുകയാണ്. ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞത് ഒരു 10 പ്രാവശ്യം ഞാൻ കേട്ടിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു ആരോഗ്യ കാര്യം ചെയ്യുമ്പോൾ ഞാൻ ആരോഗ്യ വിദഗ്ധനല്ലാന്ന് പറയും. അത് വരരുതെന്നാണ് പറഞ്ഞു. മുഖ്യമന്ത്രി വൈറസിന്റെ വകുപ്പ് അപ്പൊ പറയണത് അത് ആരോഗ്യ ഡയറക്ടറോട് ചോദിക്കുമെന്ന് പറയണം. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ട്രംപിനെ പോലെ നമ്മൾ ആരും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാവരും വെറുക്കുന്ന ഒരു ഭരണാധികാരി ട്രംപ്, പക്ഷെ സൈഡിൽ തീരെ ഇഷ്ടമില്ലാത്ത ഫൗച്ചി ഇരുത്തിയിരുന്നു. ഇഡിയറ്റ് എന്ന് ഫൗച്ചിയെ വിളിച്ചു. പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ആരാ ഇഡിയറ്റ് എന്ന്. അപ്പൊ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ, ഞാനിത് പാർട്ടി പറയുന്നില്ല, നാളെ കോൺഗ്രസ് ഗവൺമെന്റ് എന്നാലും ചെയ്യേണ്ട കാര്യമാണ്. BJP രാജ്യത്ത് ചെയ്യേണ്ടതാണ്. നമുക്ക് മുഖ്യമന്ത്രി ഞാൻ സാങ്കേതികല്ല എന്ന് പറഞ്ഞു. ഞാൻ ഉൾപ്പെടെ കാത്തിരുന്നത് മുഖ്യമന്ത്രി അന്നന്നത്തെ ശാസ്ത്രീയ കാര്യങ്ങളും കണക്കുകളും കേൾക്കാനായിട്ടാണ്. അപ്പൊ പറയണം അത് ആരോഗ്യപ്പെടാത്ത. ഇതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. താങ്കൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ മുഖ്യമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം എടുത്തിട്ടാണ് വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ സൈഡിൽ ഒരു ആരോഗ്യ വിദഗ്ധൻ ഉണ്ടെങ്കിൽ തത്സമയ ചോദ്യങ്ങൾക്ക് റെഫർ ചെയ്യാം. പറയൂ, ഇതിന് ആൻസർ പറയൂ എന്ന് റെഫർ ചെയ്യാമല്ലോ എന്നൊരു പോയിന്റാണ് അദ്ദേഹം പറയുന്നത്. അത് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴേ മനസ്സിലുള്ളൂ എത്രത്തോളം യുക്തമായ ചോദ്യങ്ങളാണ്. ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഞാൻ മന്ത്രിമാരുടെ ഒപ്പം ഇരുന്നിട്ടുണ്ട് ആരോഗ്യ വിദഗ്ധനായിട്ട്. പറ്റുന്ന കാര്യമാണ്. നമ്മൾ അനുവദിക്കണം എന്നുള്ളേ ഉള്ളൂ. ആവശ്യത്തിൽ കൂടുതലും അനാവശ്യവും ഇറിറ്റേറ്റീവായ ചോദ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും. എന്തായാലും അത്തരം ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു ആലോചിക്കാവുന്നതാണ്. മന്ത്രിമാരോടൊപ്പം പറയാവുന്നതാണ്. നമ്മളത് വേണം. നമ്മൾ അവിടേക്ക് എത്തണം. തീർച്ചയായും ഇക്ബാൽ സാർ ആയാലും മതി, പക്ഷെ ഒരാളെ വേണം. എനിക്കൊന്ന് പോകാനാണ്. എനിക്ക് പാണക്കാട് വിഹാബ്തക്കം മരിച്ച സ്ഥലത്തൊന്ന് പോകണം. Okay, thank you so much for participating in this discussion and sharing your voice. Thank you, sir. So now we are moving on to Ms. Vinita Hariharan, BJP expert on public policy. Ma'am, ഇപ്പോൾ എല്ലാ സ്പീക്കേഴ്സും പറഞ്ഞത്, ഇപ്പൊ മാം പറഞ്ഞ പല കാര്യങ്ങളും അവർ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഞാൻ ആ പറഞ്ഞ കണക്കിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഡോക്ടർ എസ് ലാൽ പറഞ്ഞു നമ്മൾ ഈ ഔദ്യോഗികമായി പറയുന്ന GDP അതിന്റെ പെർസെന്റേജ് കണക്കുകളിലൊക്കെ വേരിയേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഔദ്യോഗിക കണക്ക് തന്നെ എടുക്കുകയാണ്. 2019-20 ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കായി വകയിരുത്തിയത് 65,000 കോടി രൂപ, GDP-യുടെ 2.3%. ഡോക്ടർ എസ് ലാൽ പറഞ്ഞതുപോലെ ബിലോ 2% ആവാം, പക്ഷെ ഇത് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതേ വർഷം തന്നെ പ്രതിരോധ മേഖലയ്ക്ക് ബജറ്റിൽ നീക്കിവെച്ചത് 4,31,000 കോടി രൂപ. അതായത് ദേശീയ സുരക്ഷയുടെ പേരിൽ നമ്മൾ ഇത്രയും രൂപ ചെലവഴിക്കുന്നു. കോടികളുടെ കച്ചവടം പ്രതിരോധ മേഖലയിൽ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. റോസ ലക്സംബർഗ് അടക്കമുള്ളവര് പല വിമർശനങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും കണക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ 2020 പ്രഖ്യാപിച്ച ബജറ്റില് പ്രതിരോധ മേഖലയ്ക്കുള്ള വകയിരുത്തലിൽ 9.37% വർധനയുണ്ടായി. 4,71,378 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് 69,000 കോടി രൂപ, അതായത് 65,000-ൽ നിന്ന് 69,000, വെറും 4,000 കോടി രൂപയുടെ വർധന മാത്രമാണ്. ഇപ്പൊ മാം അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്നാണ് ഈ പറഞ്ഞതുപോലെ മിസൈലുകളും മറ്റ് പ്രതിരോധ ഉൽപ്പന്നങ്ങളും തദ്ദേശീയമായി നമ്മൾ വികസിപ്പിക്കുന്നുണ്ട്, എന്നാൽ പോലും പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കൂട്ടുന്നു. അപ്പൊ ഇത്രയും ഭീമമായ ഒരു ചെലവ് പ്രതിരോധ മേഖലയിലേക്ക് വരുന്നു. അതേസമയം നമ്മൾ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ചെലവ് കുറയ്ക്കുന്നു എന്നൊരു പരാതിയുണ്ട്. 1. 2, ബ്രെയിൻ ഡ്രെയിനിന്റെ കാര്യത്തിൽ പോലും സർക്കാരുകൾ ഔദ്യോഗികമായ ഒരു നയം രൂപീകരിക്കണം. എന്തുകൊണ്ട് ഇത്രയധികം എക്സ്പേർട്സ്, നമ്മുടെ ഡോക്ടർ MV പിള്ളയെ പോലെയൊക്കെയുള്ള എക്സ്പേർട്സ് അവര് പുറത്തു പോകുന്നു, അവരുടെ ഒരു മേധാശക്തി മറ്റ് രാജ്യങ്ങളിൽ ചെലവഴിക്കുന്നു? അത് നമ്മൾ ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. പലപ്പോഴും അവരുടെ ആ ഒരു എക്സ്പോഷർ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി മറ്റ് സ്പീക്കേഴ്സ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് മാമിന് മറുപടി പറയാം. തീർച്ചയായിട്ടും, താങ്ക് യു സോ മച്ച്. സോ ആദ്യം ശ്രീരാമൻ കൃഷ്ണൻജി പറഞ്ഞ പോലെ തന്നെ ടു കൗണ്ടർ ഹിസ് പോയിന്റ്സ്, നോട്ട് ഓൺലി കൗണ്ടർ ബട്ട് മെനി തിങ്സ് ഹി ഹാസ് അഗ്രീഡ് ഓൾസോ. ഫസ്റ്റ് വാസ് ദാറ്റ് ഈ അനൗൺസ് ചെയ്യുന്ന ബജറ്റ് അനൗൺസ്മെന്റ്സ് ഒക്കെ കാണുന്നില്ല ഗ്രൗണ്ട് ലെവലിന്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സബ്ജക്ട്സ് ഒക്കെ മോസ്റ്റ്ലി സ്റ്റേറ്റ് സബ്ജക്ട്സ് ആണ്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ റോൾ എന്ന് പറഞ്ഞാൽ പോളിസീസും പ്രോഗ്രാംസും ഡിസൈൻ ചെയ്ത ഡിവോൾവ് ചെയ്യുക സ്റ്റേറ്റ്സിലോട്ട്. സ്റ്റേറ്റ്സിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, മാൻഡേറ്റ് ഉണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ്സിന്റെ ലാസ്റ്റ് ലെഗ് ഇംപ്ലിമെന്റേഷൻ സ്റ്റേറ്റ്സിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. സോ അതൊരു ബ്ലെയിം ഗെയിം അല്ല. പക്ഷെ അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പ്രധാനമന്ത്രി ഇപ്പൊ 2014 നമ്മൾ റെജീമിൽ വന്നതിന് ശേഷം നമ്മുടെ ഈ ബേസിക്
എമ്യൂണിറ്റീസും കൂടി ഇല്ലാത്ത ഒരു കൺട്രി ആയിരുന്നു നമ്മൾ ടേക്ക് ഓവർ ചെയ്ത 2014. അപ്പോൾ ആദ്യം തൊട്ട് തുടങ്ങി നമ്മൾ ടോയ്ലറ്റ്സ് പ്രൊവിഷനിലായിട്ടാണ് തുടങ്ങിയത് സ്വച്ഛ് ഭാരത് മിഷൻ. ഇപ്പൊ വേൾഡ് അക്ലെയിംഡ് പ്രോഗ്രാം ആണ് സ്വച്ഛ് ഭാരത് മിഷൻ. ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഓൾമോസ്റ്റ് ആയി ഒരു കൺട്രി ആയി മാറി. ഇപ്പോ പണ്ടൊക്കെ ഞാൻ when I was studying abroad, I was ashamed in the classroom when they said that അവർ പറയായിരുന്നു നിങ്ങളുടെ കൺട്രിയിൽ ഇപ്പോഴും മാനുവൽ സ്കാവഞ്ചിങ് ഉള്ള കൺട്രി ആണല്ലോ എന്ന്. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രൈഡോടെ പറയാം ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ടുണ്ടെന്ന്. അങ്ങനത്തെ കുറെ ബേസിക്സ് അമ്യൂണിറ്റീസ് ഫണ്ടമെന്റൽ ബേസിക് സർവീസസ് നൽകാൻ പറ്റിയിട്ടുണ്ട് ഈ ഗവൺമെന്റിന്. സ്റ്റാർട്ടിങ് ഫ്രം ദ ഉജ്വല യോജന, ദ സ്വച്ഛ് ഭാരത് മിഷൻ, ദി ആവാസ് യോജന, അങ്ങനത്തെ കുറെ ബേസിക്സ് അമ്യൂണിറ്റീസ് കൂടി ആദ്യം സ്ട്രെങ്തൻ ചെയ്യേണ്ടി വന്നു. നമുക്ക് ഒരുപാട് ബഡ്ജറ്റ് അലൊക്കേഷൻ അതിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കുറെ മേക്കപ്പ് ചെയ്യാം. വി ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് മേക്കിംഗ് അപ്പ് ഫോർ ദാറ്റ് ആസ് സൂൺ ആസ് വി ടുക്ക് ഓവർ. ബിക്കോസ് ഈ കാര്യം ബേസിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഹെൽത്ത് സെക്ടറിൽ ഡോക്ടർ ലാൽ വുഡ് അഗ്രി ഇറ്റ്സ് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ. ബേസിക് കമ്മ്യൂണിറ്റീസ് ഇല്ലാണ്ട് നമുക്ക് ഹെൽത്തും ബേസിക് കമ്മ്യൂണിറ്റീസിന്റെ കോറിലേഷൻ ഇസ് വെരി സ്ട്രോങ്. സോ ദാറ്റ് ഇസ് വൺ തിങ്. പിന്നെ ഇതിന്റെ ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ബാലൻസിങ് ആക്ട്. നമുക്ക് കുറെ പ്രയോറിറ്റീസ് ഉണ്ടാവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലും പിന്നെ സ്റ്റേറ്റ് any government for that matter. We have to do a balancing act between various priorities. Ipo defense aanengil it's a huge priority for our country. Namukku ormund pandate ഒരു സെക്യൂരിറ്റി സിസ്റ്റംസ് നമ്മുടെ ഉണ്ടായതും ഹൗ വൾണറബിൾ വി വെയർ ടു അറ്റാക്സ് ഫ്രം ഫോറിൻ കൺട്രീസ് ആൻഡ് ടെററിസ്റ്റ് അറ്റാക്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഇപ്പൊ എത്രത്തോളം നമ്മൾ സുരക്ഷിതമായിട്ടുണ്ട് ഇപ്പോ എന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫൻസിന്റെ എക്സ്പെൻഡിച്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറും ബേസിക് കമ്മ്യൂണിറ്റീസിന്റെ ഇൻഫ്രാസ്ട്രക്ചറും കൂടി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു റിയാലിറ്റി. ഇപ്പൊ ലാസ്റ്റ് 3 years തന്നെ നോക്കുകയാണെങ്കിൽ 19, 20, 2020 and 21, 22 ഓഫ് കോഴ്സ് ദ പാൻഡമിക് ആണ്. പാൻഡമിക്കിന്റെ ഷോക്കിന്റെ കൂടെയാണ് നമ്മൾ റിയാക്ട് ചെയ്തിട്ട് ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഇത്രത്തോളം കൂട്ടിയത്. പക്ഷേ ഡോക്ടർ ലാൽ പറഞ്ഞു ഇറ്റ്സ് നോട്ട് ഇനഫ്. പക്ഷേ വി അഗ്രി. പക്ഷെ നമുക്ക് ഇപ്പോ ഈ ഒരു സബ് ഒപ്റ്റിമൽ ലെവൽ സഡൻലി ടു ഗോ ടു എക്സലൻസ് ലെവൽ ഇസ് നോട്ട് പോസിബിൾ. സോ നമുക്ക് ഇൻക്രിമെന്റലി ആയിട്ടാണ് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അറ്റ്ലീസ്റ്റ് വി ഹാവ് റീച്ച് സോ മച്ച്. We have to be thankful for that. And Dr. Lal Parnapalli, we take cognizance. നമ്മുടെ ഹെൽത്ത് ഇൻഡെക്സിൽ നമ്മൾ ഒരുപാട് 63rd റാങ്ക് ആണ്. we take cognizance of that. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ബഡ്ജറ്റ് ഇൻഫ്യൂഷനും പ്രോഗ്രാംസും അനൗൺസ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ്. പിന്നെ പ്രൈവറ്റ് സെക്ടറിന്റെ കാര്യം പറഞ്ഞത് ഐ അഗ്രി വിത്ത് ദ പാനലിസ്റ്റ് ദാറ്റ് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ഡോക്ടർ ലാൽ ഓൾസോ അഗ്രി ദാറ്റ് we need to incentivize private sector. Therefore ഇത്രയും തോളം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ capital expenditure infusion has been high over the last few years, last many years. Infrastructure-lum, health infrastructure-lum, ipo PM swasthya yojana kudim, it is specifically targeting incentivizing private sector into this whole canvas. So without the private sector, public sector alone will not be able to execute or will not be able to take it to the last mile. Appo adonde thanne private sector and public sector will have to go hand in hand. So that is definitely there. Yeah. Thank you, ma'am. We have been expecting a young leader, K.S. Shabrinathan, State Vice President, Youth Congress, with us, and he is with us now, and he is on the way to Malappuram. I have to give him 10 minutes for sharing his views. Shri K.S. Shabrinathan, ഈ പീപ്പിൾസ് ഡെമോക്രസിയിൽ പ്രഭാത് പട്നായിക് സാമ്പത്തിക വിദഗ്ധനാണ് എഴുതിയ ഒരു ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നത് ഇനിയുള്ള നാളുകളിൽ ഇന്ത്യ പ്രധാനമായും 2 കാര്യങ്ങളിൽ ഭരണകൂടം ഗൗരവമായ ശ്രദ്ധ ചെലുത്തണം എന്നാണ്. ഒന്ന്, അദ്ദേഹം പറയുന്നത് പൊതു ആരോഗ്യ പരിരക്ഷാ സംവിധാനമാണ്. ഈ സംവിധാനം അദ്ദേഹം പറയുന്നതനുസരിച്ച് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള എല്ലാവർക്കും ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതാകണം. ആരോഗ്യ സേവനം എന്നത് പൊതുമേഖലയുടെ കീഴിൽ വരണം. സൗജന്യമായി ഒന്നും തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ഇല്ല. അതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികളുടെ ചികിത്സ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ എല്ലാം സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ സേവനം ഉറപ്പാക്കാൻ സർക്കാരിന് ഇടപെടാൻ കഴിയണം. അതേപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് മാതൃകയിൽ ആശുപത്രികളും മെഡിക്കൽ പഠന കേന്ദ്രങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും വേണം. വാക്സിൻ ഗവേഷണം അടക്കമുള്ള കാര്യങ്ങൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വേണം. ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ നിരവധി ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട്, കോവിഡ് കാല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അങ്ങയുടെ അഭിപ്രായം? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ MECയിലെ കുട്ടികൾ വിളിച്ചപ്പം
ഒരു ഫുൾ ടൈം ഇരിക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നിര്യാണം കാരണം ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ്. ഡോക്ടർ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നെറ്റ്വർക്ക് അല്പം പാച്ചിയാണ്. എനിക്ക് തോന്നുന്നു ഈ കോവിഡിന്റെ കാര്യം പറയുമ്പോൾ ക്രിസ്റ്റീന ചോദിച്ച ക്വസ്റ്റ്യനോടൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ പബ്ലിക് ഹെൽത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ എന്തുമാത്രം പിന്നിലാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു നേർസാക്ഷ്യം തന്നെയായിരുന്നു ഈ ഒരു COVID-19 നമ്മുടെ റെസ്പോൺസ്. ഈവൻ വളരെ നല്ല ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള മെറ്റേണൽ ഹെൽത്ത് ആണെങ്കിലും കുട്ടികളുടെ ഹെൽത്ത് ആണെങ്കിലും ഓവറോൾ ഹെൽത്തിലാണെങ്കിലും ഒക്കെ ഒരു എന്താ പറയാ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ ഉയർന്ന നിലവാരമുള്ള കേരളത്തിൽ പോലും നമ്മുടെ പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റിൽ വലിയ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്നുള്ളത് വീണ്ടും നമ്മൾ തെളിയിച്ച ഒരു കാലഘട്ടമാണ് COVID-19 കാലം. അപ്പൊ ഈ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ ഞാൻ കയറുന്നില്ല. പക്ഷെ നിർബന്ധമായി നേരത്തെ ക്രിസ്റ്റീന ചോദിച്ചതുപോലെ തന്നെ there should be a bigger focus on public health and investment from the government side on health എന്നുള്ളത് നമുക്ക് ചർച്ച വേണ്ടാത്ത ഒരു കാര്യമാണ്. ഇപ്പൊ ഇന്ത്യയുടെ തന്നെ ഈ പറയപ്പെടുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു ഔട്ട്ലേ ഉള്ളത് ഡിഫൻസ് ഔട്ട്ലേ ആണ്. ഡിഫൻസ് ഔട്ട്ലേയുടെ ഒരു 40% പോലും നമ്മുടെ ഹെൽത്ത് ഔട്ട്ലേ ഉണ്ടാകുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ഇപ്പൊ 3% ഓഫ് GDP ആകണമെന്ന് പറയുമ്പോഴും നമ്മൾ പല വികസിത രാജ്യങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും ആരോഗ്യം പോലത്തെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്കൊരു അമേരിക്ക നമുക്കൊരു ബെഞ്ച് മാർക്ക് അല്ല. പക്ഷെ US പോലുമുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കാണണം. തൊട്ടടുത്തുള്ള ബംഗ്ലാദേശ്, ഒരു ചെറിയ രാജ്യത്തിന് ഉദാഹരണം ഞാൻ പറയുകയാണ്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഏറ്റവും കൂടുതൽ പബ്ലിക് ഹെൽത്തിന് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ചെറിയ രാജ്യങ്ങളിലൊന്ന് ബംഗ്ലാദേശ് ഒക്കെയാണ്. അത്തരത്തിലുള്ള മോഡലുകളിലേക്ക് പോകണം. ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഹെൽത്തിൽ വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് ആധികാരികമായിട്ട് ഞാൻ പറയാം. ഒരിക്കലും ഇന്ത്യയുടെ ഒരു ഹെൽത്തിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഞാൻ എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടുള്ള ആളായിട്ട് പറയുകയാണ്. കേരളത്തിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ നിന്ന് അടുത്ത പഞ്ചായത്തിൽ ഒരു ബ്ലോക്ക് ആശുപത്രി ഉണ്ട്. വീട്ടിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ പോവുകയാണെങ്കിൽ ഒരു താലൂക്ക് ആശുപത്രി ഉണ്ട്. അവിടെ നിന്ന് വീണ്ടും ഒരു 5 കിലോമീറ്റർ പോവുകയാണെങ്കിൽ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട്. പ്രധാന ജില്ലകളിൽ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് കേരളത്തിൽ ഇത്രമാത്രം സ്ട്രോങ് ആയിട്ടും അവിടെ നമുക്ക് കോവിഡിന്റെ പീക്ക് വന്നപ്പോൾ നമുക്ക് ഓക്സിജനും ബെഡ്സും ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇന്ത്യയുടെ മുഴുവനുള്ള ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഒരു 50 കിലോമീറ്ററിൽ പോലും PHC ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിർബന്ധമായി ഗവൺമെന്റിന്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് പബ്ലിക് ഹെൽത്തിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ആശുപത്രികൾ ശാക്തീകരിക്കുന്നതിൽ വേണമെന്നുള്ള ഒരു അഭിപ്രായം അത് ഈ ഒരു കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ സർക്കാർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഔട്ട്ലേറ്റ് ബഡ്ജറ്റിൽ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെൽത്തിന്റെ ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ നമ്മൾ ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറും അതിന്റെ ഹ്യൂമൻ റിസോഴ്സസും റിസർച്ചുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് നമുക്ക് തന്നെ അറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടായിരുന്നത് ആ സമയത്ത് നമുക്ക് അഡപ്റ്റ് ആയിട്ടുള്ള നഴ്സുമാരുടെ ചൂടുണ്ടായിരുന്നു. ഡോക്ടർമാരെ പോലും നമ്മൾ 4th ഇയർ സ്റ്റുഡൻസിനും 5th ഇയർ സ്റ്റുഡൻസിനുമാണ് വിളിച്ച് നമ്മുടെ ഹെൽത്ത് സംവിധാനം ഓടിച്ചത്. വളരെ നല്ല ഹെൽത്ത് മാനേജ്മെന്റ് ഉള്ള കേരളത്തിലും ഈ അവസ്ഥയായിരുന്നു. ബാക്കി സംസ്ഥാനങ്ങളുടെ കാര്യം പറയേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ, ഹെൽത്ത് ഹ്യൂമൻ റിസോഴ്സസിന്റെ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇപ്പോഴും ടെറിബ്ലി അണ്ടർ സ്റ്റാഫ്ഡ് ആണ്. കേരളത്തിലൊക്കെ തന്നെ നമ്മൾ അണ്ടർ സ്റ്റാഫ്ഡ് അല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ആശുപത്രിയുടെ ഒരു പീക്ക് ലോഡിൽ പോവുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഈ സർക്കാർ ഈ ഒരു കോവിഡിന്റെ ഒരു സാഹചര്യത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അതോടൊപ്പം ഹെൽത്തിന്റെ ഹ്യൂമൻ റിസോഴ്സസ്, അത് ഡോക്ടേഴ്സും GNM-ഉം നഴ്സുമാരെല്ലാം അടക്കം ഇപ്പോൾ ഈ ഒരു ഉക്രൈൻ വിഷയത്തിന്റെ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തുകൊണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജുകളിൽ ഗവൺമെന്റ് സീറ്റുകൾ കൊണ്ടുവരുന്നില്ല? മെഡിക്കൽ കോളേജുകളിൽ കൂടുതൽ ഗവൺമെന്റ് സീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ ഇന്ദിരാഗാന്ധി മെഡിക്കൽ കോളേജ് എന്നൊരു ആശയം കൊണ്ടുവന്ന് 150ഓളം മെഡിക്കൽ കോളേജ് സീറ്റുകളുടെ MCA അപ്രൂവൽ 2015 കിട്ടിയിട്ടും അവിടെ നിന്ന് ആ കോളേജ് മെഡിക്കൽ കോളേജ് അല്ല. അപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് മെഡിക്കൽ കോളേജ് സീറ്റ്സിൽ കൊണ്ടുവരികയാണെങ്കിൽ ഈ കുട്ടികൾ ഉക്രൈനിലും നമ്മുടെ റഷ്യൻ രാജ്യങ്ങളിലും പോയി 70 ലക്ഷം ഇവിടുത്തെ അൺകൺട്രോളബിൾ ഫീസ് സഹിക്കാൻ വയ്യാത്ത കുട്ടികൾ കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ കേരളത്തിൽ കൊടുക്കണം. അപ്പൊ അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നേരത്തെ വിനീത പറഞ്ഞു ഹെൽത്തിന്റെ കാര്യത്തിൽ ഇത് ഒരു കൺകറന്റ് ലിസ്റ്റിലെ സംവിധാനമാണ്, സ്റ്റേറ്റും സെൻട്രലും നടത്തേണ്ടതാണ്. പക്ഷെ സെൻട്രൽ ഗവൺമെന്റിന്റെ
കൂടുതൽ ഫണ്ടിങ് NHM മുഖാന്തരം വരേണ്ടതാണ്. എനിക്കത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഇല്ല. എന്നിരുന്നാലും ഈ ഒരു പെർസെന്റേജ് 60:40 ആണ് നേരത്തെ NHM സ്കീംസിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ NHM സ്കീംസിൽ ഒരു ഫണ്ടുകളുടെ പ്രളയവും വലിയ പണവും വന്നത് ഒരു UPA രണ്ടാം സർക്കാരിന്റെ സമയത്താണ്. ആ തരത്തിലേക്കുള്ള ഒരു ഫണ്ടിങ്ങിലേക്ക് സ്കീമിങ്ങിലേക്ക് നമ്മൾ പോകണം. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഈ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും കേരളത്തിലാണെങ്കിലും ഒക്കെ കേന്ദ്രത്തിലാണെങ്കിലും നമ്മൾ പ്രാധാന്യം കൊടുത്തത് നമ്മൾ ചെയ്ത കാര്യങ്ങളെ വലുതാക്കി കാണിക്കാൻ വേണ്ടിയാണ്. ഏതൊരു ഗവൺമെന്റിന്റെ പോപ്പുലേഷനെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ഒരു പ്രിൻസിപ്പൽ റൈറ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എൻ്റെ ഒരു ഇപ്പോൾ ഒരു കോവിഡ് സമയത്തൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്റെ ജീവന് തുല്യം എന്റെ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഫ്രീഡം പോലെ എനിക്ക് ശ്വാസവായു ഉള്ളതുപോലെ എന്റെ ഒരു റൈറ്റ് ആണ്. ടു ബി വാക്സിനേറ്റഡ് ഇസ് മൈ റൈറ്റ്. അത് ആരുടെയും മേഴ്സിയിലുള്ളതല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സമയത്ത് ഈ ഒരു ഗെറ്റിംഗ് വാക്സിനേറ്റഡ് സർക്കാർ ചെയ്യുന്ന ഒരു വലിയ കാര്യമായിട്ട് കാണുന്നതും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുമാണ് ഒരു വിഷയമായത്. വാക്സിനേഷൻ ചെയ്യുക സർക്കാർ നന്നായിട്ട് രണ്ട് സർക്കാരുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോൾ പാരലായിട്ടുള്ള ഒരു ഒരു ഹോസ്പിറ്റലൈസേഷന്റെ ഒരു ലോഡ് നമുക്ക് ഫോഴ്സ് ചെയ്യാൻ കഴിഞ്ഞില്ല. സെക്കൻഡ് വേവ് വന്നപ്പോൾ മെയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത് ഹോസ്പിറ്റൽസ് ഇല്ല, ബെഡ്സ് ഇല്ല, ഓക്സിജൻ ഇല്ല. ഇനിയിപ്പോ നാളെ പലരും പറയുന്നു ജൂൺ മാസം ആകുമ്പോൾ അടുത്ത വേവ് വരുമെന്ന് പറയുന്നു. അപ്പൊ അടുത്ത ഒരു വേവിനെ പെട്ടെന്ന് വരികയാണെങ്കിൽ വരികയാണെങ്കിൽ അതിനെ നമുക്ക് കൗണ്ടർ ചെയ്യാനുള്ള പ്ലാനും നമുക്കുണ്ട്. അപ്പൊ അങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകണം. ഹെൽത്ത് സിസ്റ്റത്തിൽ കൂടുതലായിട്ടുള്ള ഒരു റീവാമ്പ് നമ്മൾ ഉണ്ടാക്കണം. ഗവൺമെന്റുകളുടെ കൂടുതൽ ഫണ്ടിങ് നിർബന്ധമായി പബ്ലിക് ഹെൽത്തിന് ചെയ്യണം. പിന്നെ ഒരു ഓഡിറ്റ് പല കാര്യം കോവിഡ് മരണങ്ങളുടെ തന്നെ ഒരു ഓഡിറ്റ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നതിന് ശേഷമാണ് ശരിയായിട്ടുള്ള കണക്കുകൾ നമുക്ക് കിട്ടുന്നത്. കേരളത്തിൽ പോലും നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന കേരള കോവിഡ് മോഡലിൽ 20,000 മരണങ്ങളിൽ നിന്ന് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷം ഇപ്പോൾ 50,000-ലേക്ക് എത്തിയിരിക്കുകയാണ്. കേന്ദ്രത്തിലും അത് തന്നെയാണ് കണക്ക്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അവസാനം ക്രിസ്റ്റീന പറഞ്ഞ ഒരു കാര്യം അബൌട്ട് ഇൻഷുറൻസ് മോഡൽ ഇൻ ഹെൽത്ത് എന്നുള്ളത് വളരെ ഡൈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ ഒരു ഇൻഷുറൻസ് മോഡലിലേക്ക് നമ്മുടെ ഗവൺമെന്റ് പോവുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒക്കെ എല്ലാ ആളുകളിലേക്കും ഇൻഷുറൻസ് എത്തിക്കുകയാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇൻഷുറൻസ് എത്തിക്കുക എന്നുള്ളത് പറയുന്നത് ഗവൺമെന്റിന്റെ ടോപ്പപ്പ് ആയിരിക്കും. എനിക്ക് നല്ല ആരോഗ്യ സംരക്ഷണം കിട്ടുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് ആയിരിക്കും. എനിക്ക് നല്ല ആരോഗ്യ സംരക്ഷണത്തിന് പകരം എനിക്ക് നല്ല ആരോഗ്യ ഇൻഷുറൻസ് തരുന്നതായിരിക്കല്ലേ ഗവൺമെന്റിന്റെ ജോലി. എനിക്ക് ആരോഗ്യ സംരക്ഷണം, നല്ല മരുന്നുകൾ, നല്ല ആശുപത്രികൾ തരണം. അതിനോടൊപ്പം ആ സംവിധാനം ഉപയോഗിക്കാനുള്ള ഇൻഷുറൻസ്. അപ്പം ഹെൽത്തിന്റെ പബ്ലിക് ഹെൽത്ത് ഫണ്ടിങ് പ്ലസ് ഇൻഷുറൻസ് ആയിരിക്കണം മോഡൽ. പക്ഷെ നിർഭാഗ്യവശാൽ ഫണ്ട് ക്രഞ്ച് വരുമ്പോഴും നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു വലതുപക്ഷ വ്യതിയാനം വരുമ്പോഴും ഒക്കെ ഒരു ഇൻഷുറൻസ് മോഡലിലേക്ക് പോവുകയാണ്. അത് ഇന്നത്തെ കാലത്തിന്റെ ഒരു ഇതാണ്. അപ്പൊ ഇന്ത്യ പോലത്തെ രാജ്യത്തിൽ ഇൻഷുറൻസ് മോഡൽ കൊണ്ട് മാത്രം വർക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പൊ ഇൻഷുറൻസ് മോഡൽ പ്ലസ് പഴയ ഗുഡ് ഓൾഡ് നമ്മുടെ നെഹ്റുവിയൻ മോഡൽ ഓഫ് ഹെൽത്ത് ഇൻവെസ്റ്റ്മെന്റ് രണ്ടും വേണം എന്നുള്ള അഭിപ്രായമാണ്. താങ്ക് യു. Thank you, Shri K. Shabrinathan. Vinita ma'am, do you wish to add or clarify your point? Have you noticed what K. Shabrinathan has pointed out? Yeah, absolutely. So, Shabrinathan, just he said now, health in the culture, state subject, central subject. So it's like a state has the primary responsibility of implementing these missions that the center is devolving. There can be a lot of controversies. Health in the expenditure kornu koodi ennokke. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ ഒരു ബാസ്ക്കറ്റ് ഓഫ് പ്രയോറിറ്റീസ് ആണ് ഉള്ളത്. We cannot compromise one over the other. But definitely health in the expenditure nammal kandatholam it has increased over the last couple of years, and nammal all on the whole nokkanengil it has been, like I said before, lives and livelihoods balance idonde thanne namukku economy is also equally important. The performance in our economic scenario is also has to be taken cognizance of. Ipo V-shaped recovery undayi 2019-20 with this huge global pandemic also we were able to come out successfully in the economic front, because economy namma deal cheyidillengilum it has a direct impact on health. So everything has a direct impact on health. So it can't be just the entire government of India's budget nammal health lote idam pettilla.
സോ ഇതൊക്കെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം, നമ്മുടെ ഗ്ലോബൽ കോണ്ടെക്സ്റ്റും നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ബഡ്ജറ്റിംഗ് അലൊക്കേഷനും ഫോർമുലേഷൻ എക്സസൈസും കൂടി ചെയ്യേണ്ടത്. ഇപ്പൊ ശബരിനാഥൻ പറഞ്ഞു പണ്ടൊക്കെ നമ്മുടെ അലൊക്കേഷൻ കുറേയും കൂടി ഉണ്ടായിരുന്നു എന്നൊക്കെ. ബട്ട് വി ഓൾസോ ഹാവ് ടു ടേക്ക് ദ കോണ്ടെക്സ്റ്റ് ഇൻ ടു അക്കൗണ്ട്. ദ എൻറ്റയർ ഗ്ലോബ് വാസ് അണ്ടർ ഡാർക്ക്നെസ്, ഒരു ഗ്ലോബൽ പാൻഡമിക്കിലോട് പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിലും നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തുവാണ് നോക്കേണ്ടത് കമ്പയർഡ് ടു അതർ countries. Ceteris paribus pole, with all things equal, how well have we performed? Thank you, ma'am. Dr. S. Lal, എന്തോ പറയണം എന്ന് കൈ ഉയർത്തിയ പോലെ തോന്നി. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ? I would tend to disagree with what Madam has just said. No, what has happened the past we can't undo. We are not investing sufficiently, but we should not say that we cannot do it. We have to do it. See, the entire world is trying to know. All countries are trying to do that. World WHO is repeatedly saying. All international organizations concerned about health, they are saying that we have to, all countries, irrespective of which country where you are living or whatever. So this is the first lesson from the pandemic. We need to increase our investment in health. Thank you. താങ്ക് യു ഡോക്ടർ എസ് എസ് ലാൽ. ശബരിനാഥൻ, താങ്കളുടെ കൺസേൺസിനാണ് മാം മറുപടി പറയുന്നത്. എന്തെങ്കിലും കൂടി പറയണമെങ്കിൽ വളരെ പെട്ടെന്ന് പറയാം, അതിനുശേഷം ഞാൻ മാമിലേക്ക് വരാം. നമുക്ക് ശ്രീ NR വിനോദ് കുമാറിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്, സമയപരിമിതിയുണ്ട്. അതെ, ഞാൻ മാഡം പറയുന്നത് കേൾക്കുകയായിരുന്നു. അതിനോടൊപ്പം ചില കാര്യങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും ഞാൻ പറയുന്ന വേറൊരു വിഷയം കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ട് ഞാനൊന്ന് എക്സിറ്റ് ചെയ്യാം. ബേസിക്കലി ഇതിനോടൊപ്പം ഈ ഒരു ഡേറ്റയുടെ ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കോവിഡ് സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം ശരിയായിട്ടുള്ള ഒരു കോവിഡ് ഡേറ്റ മാനേജ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു വിഷയമാണ്. അത് തന്നെ പല ക്രോണിക് ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമ്മൾ പോകുമ്പോൾ രാഷ്ട്രീയം നോക്കണ്ട, നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ മാനേജ്മെന്റ് സംവിധാനങ്ങൾ നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് വരണം. നമുക്ക് കൂടുതൽ പാഠങ്ങൾ കോവിഡ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു എനിക്ക് തോന്നുന്നു 21ാം നൂറ്റാണ്ടിൽ നമ്മൾ ഇനി ഭാവിയിൽ എങ്ങനെ ജീവിക്കണം, നമ്മുടെ സർക്കാരുകൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു പഠനം, ഒരു പാഠം നൽകിയിട്ടുള്ളത് കോവിഡ് തന്നെയാണ്. ഐ തിങ്ക് ഈ തിങ്ക് ടാങ്ക്സും ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാവരും ചേർന്ന് നമുക്ക് അതിനുള്ള ഒരു പ്രോപ്പർ മോഡലിലേക്ക് തന്നെ പോകണം. നാളെ ഇനി കോവിഡിന് പകരം നമ്മൾ തന്നെ നമ്മുടെ 3 രോഗങ്ങൾ, കോളറയും പിന്നെ ന്യൂമോണിയയും ഇൻഫ്ലുവൻസയും ചേർന്ന് ആ ഒരു 100 വർഷം, 1950 100 വർഷം കൊണ്ട് ഏത് യുദ്ധങ്ങളെക്കാൾ കൂടുതൽ ആളുകളെ ഇന്ത്യയിൽ മരണം ഉണ്ടായിട്ടുള്ളത് ഈ 3 പാൻഡമിക്സ് കാരണം. നമ്മളപ്പോൾ ഈ ഒരു കോവിഡും കൂടെ ചേർക്കുമ്പോൾ കഴിഞ്ഞ ഒരു 150 വർഷത്തെ ചരിത്രത്തിൽ നമുക്ക് 4 പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്: കോളറ, നമ്മുടെ ന്യൂമോണിയ, ഇൻഫ്ലുവൻസ, പിന്നെ ഇപ്പോഴത്തെ കോവിഡ്. അപ്പൊ 3 തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ള പാൻഡമിക്സിന്റെ പാഠങ്ങൾ നമ്മൾ ഒരു 50 വർഷം ഉൾക്കൊണ്ടില്ല. പക്ഷെ ഇനി വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതിനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളണം. ഗവൺമെന്റുകൾ കൂടുതൽ റിസർച്ച് ഈ മേഖലയിലേക്ക് നടത്തണം. അതിനോടൊപ്പം ഒരു പബ്ലിക്, കേരളം പോലും സംസ്ഥാനത്തിന് പോലും ഇല്ലാത്ത ഒരു പബ്ലിക് ഹെൽത്ത് കൂടുതൽ. ഞാൻ നിയമസഭയിൽ മുൻ സ്പീക്കറൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിയമസഭയ്ക്കകത്ത് ഈ വിഷയത്തിൽ പണ്ടൊരു ശബ്ദക്ഷണിക്കലും കൊണ്ടുവന്ന ഒരാളാണ്. നമ്മുടെ ഒരു പബ്ലിക് ഹെൽത്തിന്റെ ഒരു വിഷയം കൂടുതൽ സീരിയസ് ആയി ഗവൺമെന്റുകൾ എടുക്കേണ്ട സമയമാണ്. പബ്ലിക് ഹെൽത്ത് പോളിസികൾ പോലും നമ്മുടേത് അപ് ടു ഡേറ്റ് അല്ല. ഒരു ഡോക്ടർ ലാലിനൊക്കെ can throw more light on that. എന്തായാലും ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഞാൻ I will be in the conversation. നെറ്റ്വർക്കിംഗ് ആയതുകൊണ്ട് I will be on and off. Thank you. Thanks for inviting. You're muted. ഓക്കെ, സോറി. ശ്രീ KS ശബരിനാഥൻ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കറിയാം അങ്ങ് യാത്രയിലാണ്, മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സേഫ് ട്രാവൽ. സമയം ഉണ്ടെങ്കിൽ ഇതോടൊപ്പം തുടരുക. വിനീത മാം എന്തോ പറയാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് തോന്നുന്നു. 1 മിനിറ്റ് തരാം. നമുക്ക് ഈ ഒരു പാനൽ ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ശ്രീ NR വിനോദ് കുമാറിലേക്ക് കൂടി പോകേണ്ടതായിട്ടുണ്ട്. Definitely. I just wanted to clarify that health is still a state subject and not yet gone into concurrent list. So just wanted to clarify. But then I have another point. See, when it comes to national programs, national government has all the responsibility. Look at TB, tuberculosis, the biggest disease India is facing. We have the
highest burden country in the whole No, world. definitely. I was just countering his Yeah. his fact. I was correcting the fact that he said it's a concurrent. It's not Yeah. concurrent. Central Viewers should should not- know that it's a state subject. Yeah, Central- we're not yeah. devolving at all because we have done the maximum Thank that you. was Thank you. possible. Thank you. ഓക്കെ, മാം പറഞ്ഞത് കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു സബ്ജക്റ്റ് അല്ല, സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റ് ആണെന്നൊരു ക്ലാരിഫിക്കേഷൻ മാത്രമാണ്. താങ്ക് യു സോ മച്ച്. വി ഹാവ് ടു മൂവ് ഓൺ ടു ശ്രീ NR വിനോദ് കുമാർ. സോറി ഫോർ ബീങ് ലേറ്റ് ടു കം ടു യു. എന്തായാലും NR വിനോദ് കുമാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ആരുടെയാണ് ഇന്ത്യ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവസാനമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും കാൽനടയായി വീടുകളിലേക്ക് കൂട്ടപലായനം ചെയ്ത താഴേക്കിടയിലുള്ള സാധാരണ മനുഷ്യരുടേതാണ് ഇന്ത്യ എന്നാണ്. അല്ലാതെ ഈ ദലാൽ സ്ട്രീറ്റിലെ ഊഹക്കച്ചവടക്കാരുടെയോ കോടികളുടെ വായ്പകൾ എടുത്ത് മുങ്ങിയവരുടെയോ അധീശ വർഗത്തിന്റെയോ ഒക്കെ ആണ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ എല്ലാവരുടെയും ഒരു ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള ഒരു ആരോഗ്യ സംരക്ഷണമാണ് വേണ്ടത് എന്നതിനെ കുറിച്ച് വിശാലമായ ഒരു ചർച്ചയാണ് നാം നടത്തിയത്. അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, അത് യാഥാർത്ഥ്യമാണ്. നമ്മുടെയൊക്കെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആളുകളിലേക്ക് വികസനം എത്തണം, അവരെ പ്രയോറിറ്റി ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയണം. പക്ഷെ സാഹചര്യങ്ങൾ, സമ്മർദ്ദം. ഞാനിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് അലൊക്കേഷനെ കുറിച്ച് പറഞ്ഞു. ബിലോ 2% ആണ് ആരോഗ്യരംഗത്ത് ചെലവഴിക്കുന്നത്. നമ്മൾ പ്രതിരോധ മേഖലയിൽ ചെലവഴിക്കുന്നത് ഹെക്ടിക് ആയിട്ടുള്ള പെർസെന്റേജ് ആണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? കാരണം രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമസിയിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ആയുധത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. അത് വളരെ ഫ്യൂട്ടൈലാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അമേരിക്ക വിയറ്റ്നാമിൽ പോയിട്ട് യുദ്ധം ചെയ്തപ്പോഴാണ്. എത്രയോ വലിയ കോടാനുകോടി ഡോളറിന്റെ ആയുധം സംഭരിച്ചിട്ട് അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിട്ട് അവിടെ വിയറ്റ്നാമിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ റഷ്യ അണ്വായുധത്തിന്റെ ശേഖരം, അതുപോലെ മറ്റു ആയുധങ്ങളുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് റഷ്യ. പക്ഷെ ഉക്രൈനിലെ സാധാരണ ജനങ്ങള് കയ്യിൽ തോക്കും വെച്ചിട്ട് നടക്കുന്ന വലിയ പ്രതിരോധം ഉണ്ടല്ലോ, അതിന് കീഴ്പ്പെടുത്താൻ പോലും പറ്റുന്നില്ലല്ലോ. അത് വലിയ പ്രയാസല്ലേ? അത് മനുഷ്യര് കണ്ണിന് ചോരയില്ലാത്ത രീതിയിൽ മിലിറ്ററി ആശുപത്രി ബോംബിട്ട് തീർക്കുക, അതുപോലെ സാമാന്യ ജനങ്ങൾ, സിവിലിയൻസ് ഉള്ളവർക്ക് ബോംബിടുക, ഇങ്ങനെയൊക്കെയാണ് പുറകുവശത്തിലൂടെയാണ് യുദ്ധം ജയിക്കുന്നത്, യുദ്ധത്തിന് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ നമ്മൾ ഏത് സെക്ടറിൽ എങ്ങനെയാണ് പണം വരുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്, ഒരു ഹാർട്ടിന്റെ പ്രോബ്ലം വന്നു, ആൻജിയോപ്ലാസ്റ്റി വേണമെന്നുള്ള സംഗതിയുണ്ട്, സ്റ്റെന്റ് ഇടണം. സ്റ്റെന്റ് ഇടാനായിട്ട് മുൻകാലത്ത് 1,50,000 രൂപ വരെ സാധാരണ ഹോസ്പിറ്റലിൽ വാങ്ങുന്നുണ്ട്. ഇത് നമ്മളുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൽ എന്തുകൊണ്ട് ഈ സാധനം ഉണ്ടാക്കിക്കൂടാ? പ്രൊഡക്ഷൻ കോസ്റ്റ് 10,000 രൂപയെ താഴെ വരുന്നതാണ് ഡോക്ടർ എസ് എസ് ലാലിനെ പോലെയുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും. പക്ഷെ അങ്ങനെയുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ആരോഗ്യരംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയും അത് ലോങ് ടൈം പ്രൊഡക്ടിവിറ്റിയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്താൽ, നമ്മൾ ചെയ്ത് സ്പെൻഡിങ് മുഴുവൻ നടക്കുന്നത് അതാത് കാലത്ത് മാർച്ച് മാസം ആകുമ്പോഴത്തേനും അവസാനം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വലിയ തിരക്ക് പിടിച്ചിട്ടുള്ള പദ്ധതികളാണ്. ഒരു ലോങ് ടൈം പ്ലാനിങ് ഇല്ല. നമ്മൾ ആരോഗ്യരംഗത്ത് പ്രൊഡക്റ്റീവായിട്ട് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് ലോങ് റണ്ണിൽ ഏറ്റവും കാര്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈ പരസ്പരം പങ്കുവെക്കലുണ്ട്, ഷെയറിംഗ് ഉണ്ട്. അത് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും തമ്മിൽ ഷെയർ ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖലകൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് പോകുക എന്നുള്ളത് വലിയ പരമപ്രധാനമാണ്. ഇപ്പൊ 57 മറ്റേ ബാങ്കിന്റെ നാഷണലൈസേഷൻ വന്നു, അത് കഴിഞ്ഞ് മറ്റേ ഇൻഷുറൻസിന്റെ മേഖലയിൽ പ്രൈവറ്റൈസേഷൻ വന്നു. ആ പ്രൈവറ്റൈസേഷൻ കഴിഞ്ഞിട്ട് അത് പബ്ലിക് സെക്ടറിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇതിപ്പോ ഡീസെൻട്രലൈസ് ചെയ്യാൻ പോവുകയാണ്. ആ ഡീസെൻട്രലൈസ് ചെയ്യുന്ന പോളിസിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് കുറെ ആളുകളുടെ കൺസേൺസ് ഉണ്ട്, നമ്മുടെ സമൂഹത്തിന്റെ കൺസേൺസ് ഉണ്ട്. ഈ കൺസേൺസ് എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റും? ഇത്തരം കാര്യങ്ങളിലൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പോളിസികൾ ആവശ്യമാണ്. അപ്പോൾ ലോങ് ടൈം സസ്റ്റൈനബിൾ ആയിട്ടുള്ള പോളിസി ഉണ്ടായാൽ മാത്രമേ, അതിനകത്ത് മാത്രമല്ല, ഒരു പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് വരുമ്പോൾ അതിന് ഏതൊക്കെ രീതിയിൽ നമുക്കത് ലോങ് റണ്ണിൽ അല്ലെങ്കിൽ പരമാവധി അതിന്റെ യൂട്ടിലിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവണം. പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കുന്നു, ആ പ്രോജക്റ്റുകൾ ഡിസ്ക്ലോസ് ചെയ്യുന്നു. ഡിസ്ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ വലിയ സംവിധാനങ്ങൾ വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യാൻ ഗവൺമെന്റുകൾ മറക്കണം. ഡീറ്റെയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ രഹസ്യ സ്വഭാവത്തോട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ജനദ്രോഹകരമായിട്ടുള്ള ഒരു കാര്യമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ചർച്ച വളരെ ഭംഗിയായിരുന്നു, വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കോവിഡിനോടൊപ്പം നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും, മുന്നോട്ടുള്ള പ്ലാനിങ് എങ്ങനെയാണ്, ഇപ്പൊ ഞാനൊരു ഒറ്റ എക്സാമ്പിൾ മാത്രം പറയാം. ഡിസ്കൗണ്ടും സെയിലും ആയിരുന്നു കോവിഡിന് മുമ്പ് വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട അട്രാക്ഷൻ. ഇപ്പൊ അതല്ല, സസ്റ്റൈനബിൾ പ്രോഡക്റ്റ്, ആ രീതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എന്താണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള
ലൈഫ് എന്നുള്ളത് കൂടി ആളുകൾ മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ട് ഭാവിയിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഓൺലൈനിലൂടെ നമ്മൾ നടക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ റിമോട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിമോട്ട് ലേണിംഗ് നടക്കുന്നുണ്ട്, വർക്ക് അറ്റ് ഹോം ഉണ്ട്, അതുപോലെ വീഡിയോ കോൺഫറൻസിങ് തന്നെ എത്രയോ വലിയ എഫർട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നടത്താൻ കഴിയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയണം, അതിനകത്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ടാവണം. എന്തായാലും ആ ഒരു സെക്ടറിലൊക്കെ 10-20 കൊല്ലം മുന്നോട്ട് നമ്മളെ കോവിഡ് നയിച്ചിട്ടുണ്ട്. ഈ ഡിസഡ്വാൻറ്റേജിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. എന്തായാലും ഈ ഒരു അവസരം തന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തുകയും വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ, പ്രത്യേകിച്ച് ഡോക്ടർ എസ് ലാലിനെ പോലെയുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ എല്ലാവരും പബ്ലിക്കായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞാൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വരാൻ വിടുക. Thank you, Shri N.R. Vinod Kumar, for sharing your valuable views. So, നമ്മൾ ഈ ഒരു പാനൽ ഡിസ്കഷന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. Now we are moving on to the question answer sessions. I have received some questions from the audience. First question is to Dr. S.S. Lal. The question is this: did political authoritarian mindset rule over the laws and restrictions during second and third wave regarding so-called Samarama's roadblock and Kaikottikali? See, if it is specifically about Kerala, see, that's what I was trying to say in my previous rounds. See, we need a political backing. We need, certain decisions have to be political. When to declare a shutdown, see, these kind of things have to be political decisions. But it should be supported by, it should be, what do you call, recommended by scientific forums. So that is one thing. That's what I was trying to say. That's why I did compare between US and India. The US president that time, the President Trump, he was trying to make fun of the scientific person who was sitting beside him. But we all realize who is good and who is bad. But we've lost all those kind of priorities. We did not do such things, whether it is at national level or state level. That's what I tried to do. The thing is, see, all governments, see, irrespective of party or irrespective of the country, governments will try to use any opportunity for their advantage. There is no doubt about it. And for that also there is a limit. When a central government came forward and said, no, you have to take bath in cow dung, somebody should have stopped him. And similarly, see, when everyone was asked to sit at home, when the CPM was trying to have opened this Kaikottikali, which somebody should have, we all tried, but somebody at higher level, they should have stopped them. So these things, this is what, see, this happens in every part, but we never expected such things from Kerala. We were different because we used to practice what we used to preach. But when it came to COVID, especially in this, now it's not politics. When maybe some other government would also have done similar things, but when somebody says that we are all doing and everything for the human kind of whatever we are trying, we are close to the human's hearts and things like that, and when they do such things and they refuse to even postpone some of the activities. Now, I'm trying to talk about, what I'm trying to say is about the present government. So they claim that they know all the people, all the problems of the people, common man, but they forgot for whom they were standing when it came to COVID. And that was, see, this has set precedents, for the, and this has really put what do you call bad shades on our history also. Kerala. That's why earlier I touched upon the transparency of data. I worked for WHO, even for Kerala. So many states had the problem of sending wrong data, manipulating data. Kerala, if we submit something, people used to believe us, trust us, which we lost. So yeah, political interplay will be there, but politicians should not lead such things. Politicians should lead in political decisions, but not in health decisions. At least it should be supported by health experts. Whatever be the situation, it can be some other expert if it is a calamity in some other area. But when it comes to health,
health people should be supporting. Thank you. Thank you, Dr. S.S. Lal. Vinita ma'am, I think you can answer the next question. The question is this: what are the significant changes needed in the health sector? Significant changes in the health sector. So, like I just said, of course, we're going in the right track. But I think നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ basically primary, secondary, tertiary healthcare sector. If you go scientifically നോക്കുകയാണെങ്കിൽ, what needs to be done is infrastructure adequacy നമുക്ക് assess ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്, especially at the primary and secondary level, depending on the population growth. The population growth അനുസരിച്ചിട്ട് നമ്മുടെ infrastructure allocation എത്രയാണെന്ന് നമുക്ക് നോക്കേണ്ട ഒരു സമയമാണ്. അതിന്റെ gaps അനുസരിച്ചിട്ട് what are the gaps, critical gaps identify ചെയ്തിട്ട് വേണം നമുക്ക് health infrastructure plan ചെയ്യാനായിട്ട്. There is now it's a time for long-term measures. So we have to really plan and also look at population projections. Like for example, Kerala. Now I'm donning the hat of a policy expert and not a BJP person. So if you look at Kerala's, a problem that recently that what we faced is the migrant influx. That huge migrant influx. We didn't have the necessary health infrastructure to cater to them. But the population projections, migrant influx in them, കണക്കാക്കിയിട്ട് വേണം population project ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതനുസരിച്ചിട്ട് വേണം health infrastructure പ്ലാനിങ്ങും പ്രൊജക്ഷൻസും ചെയ്യേണ്ടത് നമ്മൾ. So I think that is important step. Planning and review of our health infrastructure is very critical at the moment. And also I think giving adequate provision for preventive healthcare and also alternative medicines like Ayurveda and all of that. Ayurveda especially, I think, for preventive healthcare, not for curative. Curative, of course, there's no doubt that only allopathy can save our lives. But then, as a long-term preventive healthcare, I think there needs to be a scaling up of Ayurvedic and alternative medicine and preventive healthcare systems across the health sector. Thank you, ma'am. Dr. S.S. Lal, since you are a health expert, you could answer the next question. The question is like this: is it still effective to force citizens to wear masks, or have we reached a point where it should be optional? So it's a very interesting question. See, I'll tell you a brief story. Some more than 20 years ago, when I traveled to countries like Vietnam, Japan, some of the flights, the flight that took off from Bangkok, I saw many people wearing masks. So I was working mostly in tuberculosis and all. So we used to prescribe masks for TB patients. Suddenly I thought a lot of patients are traveling in this flight. When I landed in such countries, I realized a lot of people are wearing masks and walking on the street. So they used to do it. So some countries had this culture. When they are sick, they used to wear masks. In India, when I was traveling from Mumbai to Delhi, I had to fight with a youngster who was wearing coat, tie, everything, but he was sneezing openly. I told him, you cannot open. It looks like he was having flu. I said, cover your face. He was angry with me. When he repeated, I took out my kerchief and I started covering my face. Then he asked me, what's your problem? I said, maybe you have influenza flu, which you got from some person like this. And you are trying to spread the disease to the entire. Then he realized that. Then he asked me, what are you doing? I said, I'm a doctor with WHO. So this is the kind of situation. So mask, having kerchief. See, I used to live in the US and Europe, where even the homeless people, when they cough, they do like this. They cough into their arms if they don't have a. So this kind of hygiene we have to learn. I'm not saying that developed countries are better, but poor countries also like Vietnam and this kind of Thailand, they have this habit. So actually, this would never have happened had we not got this COVID. So this is some of the, what do you call, advantages. We should not call it advantages, but some desirable side effects of such diseases. We know how to wear a mask. So in future also, if you are not well, if you are having cough or sneezing, try to wear a mask. Or if you are going to a crowded place and if your immunity is not that great, wear a mask. If you have
if you have some other disease, if you are diabetic, if you are taking steroid for some, these things will suppress your immunity. Or if you are a person who has an organ transplanted, and organ transplants body will try to reject the transplanted organ. To avoid that, you will take immunosuppressants daily, which will suppress your immunity. So which will reduce your immunity. You can get other diseases. So such case also, crowded places, try to wear a mask. Earlier, if you wore a mask, police would chase you. And we had a period, if you did not wear a mask, people were chasing you. Now, without policing from outside, you should have an internal policing. If you're not well, or if you're going to a crowd, wear a mask. Nobody will suspect, nobody will chase you. Thank you. Thank you, Dr. S.S. Lal. Vinita ma'am, ഒരു ചോദ്യമുണ്ട്, ഒരല്പം ഡിഫെൻസീവ് ആയിട്ടുള്ള ചോദ്യമാണ്. Is there any proof of your claim of no open defecation? No, absolutely. So this is like proven by third-party agencies, not only just the government, but it is, I think, now it's almost 90, open defecation free ആയിട്ടുണ്ട് നമ്മുടെ country. 98% ഓളം വീടുകൾക്ക് റൂറൽ ഇന്ത്യയിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ട്രസ്റ്റ് ദ ഡേറ്റ ആൻഡ് ഡേറ്റ മാനേജ്മെന്റിനെ കുറിച്ചും കുറച്ച് പാനലിസ്റ്റ്, ഐ തിങ്ക് ശബരിനാഥ് ഓൾസോ മെൻഷൻ അബൌട്ട് ഡേറ്റ മാനേജ്മെന്റ്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ UPA കാലത്തും കൂടിയും യൂണിയൻ ഗവൺമെന്റിൽ ഉണ്ടായിരുന്നു. അപ്പോ ഒക്കെ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറഞ്ഞ മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആയിരുന്നു അന്ന്. ഇറ്റ് വാസ് നോൺ ആസ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. Apo, one of the biggest criticisms against the Indian government was that we don't have even data to even produce നമ്മുടെ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ അച്ചീവ് ചെയ്യേണ്ടതെന്നും കൂടി ഉണ്ടായിരുന്നില്ല. അതിന് നമ്മൾ കടന്നു വന്ന് ഇപ്പോൾ വി ആർ ഇത്രത്തോളം ഡിജിറ്റലൈസ്ഡ് പ്ലാറ്റ്ഫോംസും ഇത്രത്തോളം ഡേറ്റ ഡിസെമിനേഷനും നമ്മൾ വി ഹാവ് ബീൻ ഏബിൾ ടു റീച്ച് ദാറ്റ് പോയിന്റ്. സോ ഐ തിങ്ക് വി ഹാവ് ഗോൺ എ ലോങ് വേ. താങ്ക് യു മാം. വിനോദ് സർ നമ്മളോടൊപ്പം ഉണ്ട്. സർ, ഈ ഒരു കോവിഡിന്റെ അല്ലെങ്കിൽ ലോക്ക്ഡൌണിന്റെ ഒക്കെ ഏറ്റവും വലിയ തിരിച്ചടികൾ ബാധിച്ച ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണല്ലോ അങ്ങ്. അപ്പൊ അങ്ങേക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് കരുതുന്നു. ചോദ്യം ഇങ്ങനെയാണ്: വാസ് ഇറ്റ് റൈറ്റ് ടു സഡൻലി ഷട്ട് ഡൗൺ ദ കൺട്രി ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഫസ്റ്റ് വേവ്? Did it cause as a blockade to prepare for the pandemic? അത് അങ്ങനെ പെട്ടെന്ന് ഒരു അടച്ചിടൽ, ആ അടച്ചിടൽ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി ഈ ഒരു മഹാമാരിയെ നേരിടാൻ ഒരു പ്രിപ്പറേഷൻ ടൈം നമുക്ക് തന്നില്ല എന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ എന്നാണ് ചോദ്യം. വിനോദ് സാർ മ്യൂട്ട് ആണെന്ന് തോന്നുന്നു, കേൾക്കാൻ സാധിക്കുന്നില്ല. സോറി. ഹലോ. കേൾക്കാം. യഥാർത്ഥത്തിൽ ഒരു ബോംബാർഡ്മെന്റ് പോലെയാണ് ഈ യഥാർത്ഥത്തിൽ അടച്ചിടൽ കടന്നു വന്നത്. യാതൊരുവിധ പ്രിപ്പറേഷനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചും നമുക്ക് വലിയ ധാരണകളൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെയും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനെയൊക്കെ അതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് എക്സ്പാട്രിയേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ തിരിച്ചു വരുമ്പോൾ ഈ രോഗം കൊണ്ട് തിരിച്ചു വരുമോ, അത് ഇവിടെ വലിയ രീതിയിൽ സ്പ്രെഡ് ആവുമോ എന്നുള്ളൊരു വലിയ ആൻസൈറ്റി സർക്കാരിനെ ഭരിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അത് ഒരു പരിധിവരെ അത് ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും പതുക്കെ ആളുകളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ പല മേഖലയിൽ നമുക്ക് തയ്യാറെടുപ്പുകൾ നടത്താനുള്ള ഒരു സാവകാശം കിട്ടി അത് ചെയ്യുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി അത് നന്നായിരുന്നേ എന്നുള്ള തോന്നലാണ് പൊതുവെ ഉള്ളത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞതിന്റെ പുറത്ത് നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളൊക്കെ തന്നെ നമുക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടി സൂക്ഷിച്ചു വെക്കാൻ കഴിയാവുന്ന അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ ഇതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ഒരു ആർജവം കൂടി നമ്മൾ കാണിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. Thank you, sir. All beautiful things comes to an end. So the webinar too. For me, it was a very beautiful experience to be a bridge between a group of talented young students and experts. Thank you so much, my dear students, for giving me this opportunity to moderate this panel. And thank you so much, our speakers, for sharing their opinions. Shri K.S. Shabrinathan, State Vice President, Youth Congress, and P. Sri Ramakrishnan, Resident Vice Chairman, Orka Roots, former Speaker, Kerala Legislative Assembly, and Dr. S.S. Lal, Professor of Public Health, Global Institute of Public Health, and UN Consultant.
Ms. Vinita Hariharan, BJP expert on public policy, and Shri N.R. Vinod Kumar, Ekopanas Vyapari Vyavasai, Ekopanas Samiti District General Secretary. Thank you so much. And now we have come to the end of this session. I am handing over this session to the representative of Government Model Engineering College, Trikakara. Hats off to all students and experts. Thank you. With that, we come to the end of a very interesting and illuminating discussion. We'd like to extend our gratitude to all the speakers for taking time off their schedules and attending the event and sharing their valuable opinions and insights into the present healthcare situation in India. We'd also like to thank Srimati Christina Cherry and George for moderating our event and ensuring that the political discussion went smoothly. We'd also like to express our heartfelt gratitude and thanks to 24 News Channel for their constant support. Not to be forgotten are the student coordinators from Model Engineering College who have worked very hard behind the scenes to ensure that the event is a success. And finally, a huge thank you to our wonderful audience for tuning in today evening. Thank you all.